എത്രയും സ്നേഹം നിറഞ്ഞ ഇതിൻ്റെ അധ്യക്ഷൻ സുനിൽ, മറ്റ് സംഘടനയുടെ ഭാരവാഹികളെ, ഞാൻ പ്രത്യേകിച്ച് ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ ഈ സംഘടനയെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ 1995 വർക്കർ തസ്തികയിൽ ബോർഡിൽ കയറിയ ആളാണ്. അതിനു മുമ്പേ ഞാൻ KEC എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അന്ന് മുതൽ ഇന്ന് വരെ KEC എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ശരിക്കും എന്നെ ഞാനാക്കിയത് ഈ സംഘടനയാണ്. എൻ്റെ ഇപ്പോൾ കോണ്ടാക്ട് ലിസ്റ്റ് ഞാൻ പരിശോധിച്ചപ്പോൾ എല്ലാ ജില്ലകളിലും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ, അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഒരാളുടെയെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, എല്ലാ ജില്ലയിലും. അത് എനിക്ക് തന്നത് ഈ സംഘടനയാണ്. എനിക്ക് ഈ സംഘടനയെ വിട്ടു പോകേണ്ടി വന്നപ്പോൾ, സാങ്കേതികമായി പോകേണ്ടി വന്നപ്പോൾ വളരെയേറെ സങ്കടത്തോടെ തന്നെയാണ് ഞാൻ പോയത്. കാരണം എനിക്ക് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. ഇപ്പോഴും ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ആലുവ ടൗൺ എന്ന് പറയുന്ന ഒരു വലിയ സെക്ഷനിലെ ഏരിയ ആയിട്ടാണ്. അത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ. എപ്പോഴും പ്രശ്നങ്ങൾ, ജോലികൾ ഇഷ്ടം പോലെ, സമയം തികയുന്നില്ല, തീരുന്നില്ല. എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ട് പോലും എനിക്ക് എൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പരിമിതി എന്ന് പറഞ്ഞത്. ആ പരിമിതിയിലുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ ഇങ്ങനൊരു ക്ലാസ് ഇവിടെ എടുക്കാൻ, അതായത് എല്ലാ ആൾക്കാരുടെ ഇത്രയും വലിയൊരു സദസ്സിൽ വന്നൊരു ക്ലാസ് എടുക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയ ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സിബി സാറ് പ്രത്യേകിച്ച്. സാർ എന്നോട് പറഞ്ഞത് സേഫ്റ്റിയെക്കുറിച്ചൊരു ക്ലാസ് എടുക്കണമെന്നാണ്. എടുക്കാമല്ലോ അല്ലേ? എത്ര സമയം തരും? എത്ര സമയം തരും? ഞാനീ 2 ദിവസം തരുമോ? അത് സേഫ്റ്റിയെക്കുറിച്ച് പറയാൻ ഇത് പോരാ, 2 ദിവസം പോരാ. അതിനും മാത്രം വലിയൊരു വിഷയമാണ് സേഫ്റ്റി. നിങ്ങളെപ്പോഴും കേൾക്കുന്ന സബ്ജക്റ്റ്, നിങ്ങളെപ്പോഴും കേട്ട് തഴമ്പിച്ച ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റ്. പക്ഷേ നമുക്കിത് അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ അല്പം ഒന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി സേഫ്റ്റിയേക്കാൾ ഉപരി നമ്മളുടെ ഇപ്പോഴത്തെ സെക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. പല ചോദ്യങ്ങളും നമ്മൾ ഉപഭോക്താക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്നൊരു സമയമാണ്. അതിനിടയ്ക്കാണ് ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്റെ മേലധികാരി ആയിരുന്ന ഒരു ലേഡി ഇന്നലെയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അവർ ഉന്നത ഉദ്യോഗസ്ഥയാണ്, അറിയാലോ, ശ്രീലേഖ IPS. അവരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇലക്ട്രിസിറ്റി ബോർഡിന്, അത് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മളെല്ലാം ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരാണ്, എല്ലാവരും ഡെലിഗേറ്റ്സാണ്, നേതാക്കന്മാരാണ്. നേതാക്കന്മാരാകുമ്പോൾ തന്നെ എന്ത് വേണം? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം. നമ്മുടെ സബ്ജക്റ്റ് മാത്രം പോരാ. ഞാൻ ഫീൽഡ് ജീവനക്കാരനാണ്, അതുകൊണ്ട് സേഫ്റ്റി മാത്രം മതി എന്ന് പറ്റില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അപ്പം ഞാൻ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ 10,000 രൂപയാണ് എനിക്ക് വന്ന ബില്ല്. അത് ഇപ്പം ഞാനിവിടെ പറയാൻ കാരണം സുബോധൻ സാറോട് സംസാരിച്ചുകൊണ്ടാണ്. സുബോധൻ സാർ സംസാരിച്ചപ്പോഴും സാറിനും ആ ഡൗട്ട് മാറിയിട്ടില്ല. എന്തുകൊണ്ട് 10,000 രൂപ വന്നു? അത് ഇലക്ട്രിസിറ്റി ബോർഡ് ചൂഷണം ചെയ്യുകയാണ് എന്നൊരു പോസ്റ്റാണ് അത് കണ്ടത്. എനിക്ക് വളരെയേറെ നാണക്കേട് തോന്നി. എന്താണെന്നറിയാവോ? ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി കാണുന്നില്ല, അവരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ നാണക്കേട് തോന്നി. കാരണം അവർ DGP ആണ്, സാധാരണ സ്ത്രീ അല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടവരാണ്. അപ്പം അവർക്ക് പോലും നമ്മുടെ ഒരു ബില്ല് കണ്ടപ്പോൾ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അവർ നോക്കാത്തത് കൊണ്ട് തന്നെയാണ്. ആ ബില്ലിൻ്റെ ഒരു വിശദാംശം നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? വല്ലതും മനസ്സിലായോ? ആരൊക്കെ നോക്കി? ആർക്കൊക്കെ മനസ്സിലായി അല്ലേ? നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം അതിനകത്ത് കാണിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് 3 ടൈപ്പ് റീഡിംഗ് ആണ് അതിനകത്തുള്ളത്.
എന്താണ്? 500 യൂണിറ്റിന് മുകളിൽ ഒരു ഗാർഹിക ഉപഭോക്താവ് വൈദ്യുതി ഉപയോഗിച്ചാൽ അവർക്ക് TOD ബില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. എന്താ TOD ബില്ലിങ്? 500 ശ്രദ്ധിക്കുക, 500 യൂണിറ്റിന് മുകളിൽ അവർ ഉപയോഗിച്ചാൽ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും TOD ബില്ലിങ്ങിലേക്ക് മാറണം. TOD ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സാധാരണ കാശ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 20% എബവ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് കറണ്ട് കാശ് പറഞ്ഞാൽ 120 രൂപയാവും. രാത്രി 10 മുതൽ രാവിലെ 6 വരെ 10% ഇളവ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ അത് കൃത്യമായി പരിശോധിച്ചാൽ, ആ ബില്ല് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന OP എന്ന ഒരു ഇതിട്ടുണ്ട്. OP ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓഫ് പീക്ക് ഇമ്പോർട്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഒരു ജീവനക്കാരൻ നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ബില്ലും കൊണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സ് നമ്മുടെ മുമ്പിൽ വരും. ഇനി ഒരു കാരണവശാലും എന്ത് വേണ്ടത്? നമുക്ക് ഉത്തരം പറയാൻ പറ്റാതിരിക്കരുത്, ഉത്തരം പറയുക തന്നെ വേണം. അപ്പോൾ ഓഫ് പീക്ക് ആണെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 636 യൂണിറ്റ് എന്ന് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ആ ബില്ല് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓഫ് പീക്കിൽ എത്ര എടുത്തു? 636 യൂണിറ്റ് എടുത്തു, ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ രാത്രി 10 തൊട്ട്, ഒരു മാസത്തേക്ക് രാത്രി 10 തൊട്ട് രാവിലെ 6 വരെ അവർ 636 യൂണിറ്റ് ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20 യൂണിറ്റിലധികം അവർ ഉപയോഗിച്ചു. വെറുതെ ആകാശത്ത് നിന്ന് കിട്ടുന്നൊന്നും അല്ലല്ലോ. ഇലക്ട്രിസിറ്റി ബോർഡ് ദൂരെ പോയി കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരിക 15 രൂപയ്ക്ക്, എന്നിട്ട് അവർക്ക് ഫ്രീ കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പീക്ക് സമയത്തുള്ള റീഡിങ് കാണിച്ചിട്ടുണ്ട്. അത് 247 കൃത്യമായി ബില്ലിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ 20% കൂടുതൽ കാശ് മേടിക്കും. മറ്റേത് ആദ്യം പറഞ്ഞ ഓഫ് പീക്ക് എക്സ്പോർട്ട് അല്ല ഇമ്പോർട്ട്, അതിന് നമ്മൾ 10% കുറവ് പൈസ മേടിക്കും. മറ്റേ അതിനുശേഷം പീക്കിലുള്ള ഇമ്പോർട്ടിന് എന്ത് ചെയ്യും? ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എടുക്കുന്നതെന്നർത്ഥം. ഈ സോളാർ ബില്ലിങ്ങിൽ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ ഭാഗത്തു നിന്നാണ് ബില്ല് ശ്രദ്ധിക്കേണ്ടത്. കൺസ്യൂമർ ഇമ്പോർട്ട് ചെയ്യുന്നു, എന്താ KSEBിൽ നിന്ന് വാങ്ങിക്കുന്നു. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ KSEB കൊടുക്കുന്നു, KSEBക്ക് തരുന്നു, അവർ കൺസ്യൂമർ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ എന്തില്ല? പ്രൊഡക്ഷൻ ഇല്ല, സോളാർ അനങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് എക്സ്പോർട്ട് ഇല്ല. പിന്നെ നോർമൽ ടൈമിൽ 2 റീഡിങ് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഇമ്പോർട്ടും എക്സ്പോർട്ടും. അതിൽ ഇമ്പോർട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് 399 എക്സ്പോർട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് 290 എന്ന് പറഞ്ഞാൽ 109 യൂണിറ്റ് അവർ പകൽ സമയത്ത് നമ്മളിൽ നിന്നെടുത്ത് ഉപയോഗിച്ചു. ക്ലിയർ ആയില്ലേ? എന്താണ് പകൽ സമയത്ത് 109, സന്ധ്യ സമയത്ത് 247, രാത്രിയിൽ 636. ഇത് കൃത്യമായി ആ ബില്ലിലുണ്ട്. നമുക്ക് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കുണ്ടാവണം? അത് മനസ്സിലാകുന്ന ആരുണ്ടാകണം? ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. ഉത്തരം പറയാൻ പറ്റണം. ട്രേഡ് യൂണിയൻ പ്രവർത്തകരല്ല, എല്ലാ KSEB ജീവനക്കാരനും പറയാൻ പറ്റണം. എന്നിട്ട് 500 യൂണിറ്റിന് മുകളിലേക്ക് ഒരു മാസം ഉപയോഗിക്കുന്ന കൺസ്യൂമർക്ക് 8 രൂപ 80 പൈസയാണ് എല്ലാ യൂണിറ്റിനും. നിങ്ങൾ ഇനി ഗുണിച്ചു നോക്കിയോ? കൂട്ടി നോക്കുമ്പോൾ 8674 രൂപ എന്നുള്ളത് കൃത്യമായിട്ട് വരും. അത് ആ ബില്ലിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് 10% ഡ്യൂട്ടിയാണ്. അത് നമ്മൾക്കുള്ളതല്ല, അത് നമ്മൾ പിടിച്ചിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. പിന്നെ വേറൊരു റീഡിംഗ് കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ജനറേഷൻ റീഡിംഗ്. അത് 557 എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് അവർ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി 557. നമുക്ക് തന്നതോ 290. അപ്പം 557 290 കുറച്ചാൽ എത്രയാ?
267 അവരവിടെ ഉപയോഗിച്ചിട്ട് ബാക്കിയേ എക്സ്പോർട്ട് ചെയ്തുള്ളൂ. ഈ എല്ലാ സോളാർ കൺസ്യൂമേഴ്സിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. അതിനകത്തനുസരിച്ച് ഫിക്സഡ് ചാർജ് വരും. നമ്മുടെ കൺസംഷൻ എന്താണോ അതിന് ഫിക്സഡ് ചാർജ് വരും. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്നും കൂടെ കൂട്ടുന്നതാണോ ഫിക്സഡ് ചാർജ്? അല്ല, കൺസംഷൻ. അതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കിയേ മതിയാവൂ. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഭാരവാഹി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു KSEB ജീവനക്കാരൻ മനസ്സിലാക്കിയേ പറ്റൂ എന്താണ് കൺസംഷൻ. നമ്മൾ ഇതിപ്പോൾ നോർമലി വിട്ടു, അത് ഞാൻ വിട്ടു, ഈ പീക്ക് എന്നുള്ളതൊക്കെ പോട്ടെ. ഇനി സാധാരണ ഒരു ബില്ലിൽ 3 റീഡിംഗ് ഉണ്ടാവും: ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ, ജനറേഷൻ. ഈ 500 താഴെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ പിന്നെ അവർക്ക് TOD ബില്ലിംഗ് ഒന്നും വേണ്ട. സാധാരണ ഒരു കൺസ്യൂമർ അയാൾ ഒരു 100-200 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്നുള്ളതെന്ന് വിചാരിച്ചോ. അതിൽ 3 റീഡിംഗ് ഉണ്ടാകും: ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ, ജനറേഷൻ. അയാൾ ഒരു 200 യൂണിറ്റ് ജനറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അയാൾ 200 യൂണിറ്റ് പകൽ ഉണ്ടാക്കിയാൽ അയാൾ അവിടെ ഉപയോഗിക്കും അല്ലേ, പകൽ സമയത്ത്. ബാക്കി എന്ത് ചെയ്യൂ? നമുക്ക് എക്സ്പോർട്ട് തരുള്ളൂ. അപ്പോൾ അയാൾ 200 യൂണിറ്റ് അയാൾ അവിടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചു. 100 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്താൽ അയാളുടെ ഉപയോഗം ആ ജനറേഷനിൽ തന്നെ 100 യൂണിറ്റ് അയാൾ ഉപയോഗിച്ചില്ലേ? പിന്നൊരു ഇമ്പോർട്ട് 150 ഉണ്ടെന്ന് വിചാരിച്ചോ രാത്രിയിൽ സ്ഥാനത്ത്. അപ്പം എന്തായും അയാളുടെ ഉപയോഗം? 250 ആകുകയല്ലേ? അതായത് അയാളുടെ ഉപയോഗം അതെന്തിനാ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഉപയോഗത്തിനനുസരിച്ചാണ് ഫിക്സഡ് ചാർജ് ഈടാക്കുക. നമ്മൾ ഈ ബില്ല് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടും എക്സ്പോർട്ടും മാത്രമേ എടുക്കുകയുള്ളൂ. ബില്ല് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടും എക്സ്പോർട്ടും മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഫിക്സഡ് ചാർജ് കണക്കാക്കാൻ കൺസംഷൻ എടുക്കണേ. അപ്പം നമ്മൾ ബില്ല് ചെയ്യുന്നത് ഈ കറണ്ട് കാശ് വാങ്ങിക്കുന്നതിന് എത്ര ഇങ്ങോട്ട് തന്നു, എത്ര അങ്ങോട്ട് എടുത്തു, അതുള്ള മൈനസാണ്. പക്ഷെ ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത് എന്തിനാണ്? കൺസംഷനാണ്. അപ്പം അവിടെ ജനറേഷൻ കൂട്ടണം. അപ്പം എന്ത് ചെയ്യണം? ജനറേഷനിൽ നിന്ന് എക്സ്പോർട്ട് കുറച്ചിട്ട് ഇമ്പോർട്ട് കൂട്ടണം. അതാണ് നമ്മുടെ കൺസംഷൻ. ഇത് 3 കാര്യങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് പ്ലസ് ജനറേഷൻ, അതാണ് അവരുടെ കൺസംഷൻ. ആ കൺസംഷൻ എത്രയാണോ അതിന് ഫിക്സഡ് ചാർജ് തരണം. ബാക്കി ഇമ്പോർട്ടർ മൈനസ് എക്സ്പോർട്ടറാണ് എന്ത് തരേണ്ടത്? കറണ്ട് കാശ് തരേണ്ടത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയിരിക്കാത്തോളം കാലം ഈ ബില്ലിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബില്ലിങ്ങിലെ SAമാരും SSമാരും പറയുന്നതാണ് സോളാറുകാരെ കൊണ്ട് ഞങ്ങൾ തോറ്റു എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ തോറ്റവരെയൊക്കെ എൻ്റെ മുറിക്ക് വിട്ടോ, തോറ്റവരെയൊക്കെ എൻ്റെ മുറിയിലേക്ക് വിട്ടോ, 2 മിനിറ്റ് കൊണ്ട് തീരും കാര്യം. അപ്പം നമ്മളത് കൃത്യമായി കൺസ്യൂമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാവണം. നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു ബില്ലുമായിട്ട് വന്നാൽ കൃത്യമായിട്ട് അതിനകത്ത് റീഡിംഗ് ഉണ്ട്, കൃത്യമായിട്ട് പറയണം. അതങ്ങനെ പറയുമ്പോഴാണ് നമ്മളൊരു എന്തായി മാറുക? ഒരു നല്ല നേതാവായി മാറുക. എല്ലാവരും നേതാക്കന്മാരാ, നല്ല നേതാക്കന്മാരായി മാറണം. അത് ഞാൻ പറയാൻ കാരണം ഈ പ്രബോധൻ സാർ അടക്കം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്ക്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, IPS ഉള്ള DGP ആയിരുന്ന ശ്രീലേഖയെ പറ്റിക്കാമെങ്കിൽ പിന്നെ KSEBക്കാരൻ കട്ടോണ്ട് പോകണമെന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ ലജ്ജിക്കുന്നു അവരുടെ കീഴിൽ ജോലി ചെയ്തതിന്. കട്ടോണ്ട് പോവുക, കാണാൻ എടുത്തോണ്ട് പോവുകയല്ലോ. അവിടെ മീറ്റർ വെച്ചിട്ടുണ്ട്, നോക്കാൻ അറിയാമല്ലോ എന്ത് ചെയ്യാനാ. അത് പോട്ടെ, അത് ആ വിഷയം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ഞാനൊന്ന് പറഞ്ഞത് മാത്രം. പിന്നെ ഇപ്പോൾ KSEB ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. ഈ 2 ദിവസമായിട്ട് കുഴപ്പമില്ല. എന്താ പ്രശ്നം? നമ്മൾക്ക് ആൾക്കാർക്കൊന്നും കൊടുക്കാൻ വൈദ്യുതി കൃത്യമായി കൊടുക്കാനില്ല. ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാൽ പോരെ? അല്ലല്ല, റെഗുലേറ്ററി കമ്മീഷൻ കൊടു. നമുക്ക് ഈ സിസ്റ്റം ശരിയാക്കാൻ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാൽ പോരെ? മതി എന്നുള്ളവരാ ഒന്ന് കൈപോയിക്കേ. ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാൽ മതി, ബാക്കിയുള്ളവരെല്ലാം പോരാന്നുള്ള അഭിപ്രായക്കാരാ അല്ലേ?
ഏ ആ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പ്രശ്നം. പവർ കട്ട്, ലോഡ് ഷെഡിങ്, അതിൻ്റെ ഒരു വ്യക്തത ഇപ്പോഴും പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞ ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരാണ്, ആരാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അവർ വർക്കറോ ലൈൻമാനോ ഓവർസിയറോ ആരും ആയിക്കോട്ടെ, ആൾക്കാർ ചോദിക്കും അവൻ KCB പോകണം, അവനോട് ചോദിച്ചാൽ അറിയാം പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിങ് എന്താണ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യവസായം ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ എല്ലാ മാസവും 100 യൂണിറ്റ് ഉപയോഗിക്കും. ഇനി മുതൽ പറയുകയാണ്, ബോർഡ് പറയുകയാണ്, നിങ്ങൾ ഇനി അടുത്ത മാസം മുതൽ 90 യൂണിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എനിക്കൊരു നോട്ടീസ് തരികയാണ്, അത് 10% പവർ കട്ട്. മനസ്സിലായോ? 10% പവർ കട്ട്. ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കാനില്ല, വൈദ്യുതി കിട്ടാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് 10 ഫീഡർ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരുത്തിനെ പിടിച്ചങ്ങ് ഓഫ് ചെയ്യും. നമുക്ക് പവർ ഇല്ല കയ്യിൽ കൊടുക്കാൻ. അതാണ് ലോഡ് ഷെഡിങ്. മറ്റേതല്ല, കൺസ്യൂമേഴ്സിന് നമ്മൾ നോട്ടീസ് കൊടുക്കും, നിങ്ങൾ ഞങ്ങളുടെ പവർ ഇത്രേ ഉപയോഗിക്കാവൂ. എനിക്കൊന്ന് 95-ന് ശേഷം പവർ കട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി, പവർ കട്ട് ഏർപ്പെടുത്തി എന്നൊക്കെ ആര് പറയണു? ഫേസ്ബുക്കിലും വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ അടിക്കുക. പവർ കട്ട് ഉണ്ടായിട്ട് 90, ഞാൻ പറഞ്ഞില്ല, ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം പവർ കട്ട് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ കയറിയതിൻ്റെ ഗുണം അല്ലേ? പവർ കട്ട് ഉണ്ടായിട്ടില്ല. 95-ലാണോ 94-ലാണോ ആ സമയത്താണ് പവർ കട്ട് ഉണ്ടായത്. ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. ലോഡ് ഷെഡിങ് എനിക്കൊന്നൊരു 2005-06 തീർന്നിട്ട് പിന്നെ ലോഡ് ഷെഡിങ്ങും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് കണക്കറിയില്ല. 10-ലുണ്ടല്ലേ? ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ലോഡ് ഷെഡിങ് പ്രായോഗികമാണോ? ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യേണ്ടതല്ലേ? ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ? ഗവൺമെന്റിന് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു പോയല്ലോ, ഇനി ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ലോഡ് ഷെഡിങ് പ്രായോഗികമാണോ? എന്നാൽ ഞാൻ പറയുന്നു ലോഡ് ഷെഡിങ് പ്രായോഗികമല്ല. ലോഡ് ഷെഡിങ് പ്രായോഗികമായിരുന്നു എങ്കിൽ എന്നേ ലോഡ് ഷെഡിങ് നടപ്പാക്കിയാനേ. ഈ കയ്യും കാലിട്ടോടി സെക്ഷൻ ഓഫീസിൽ കിടന്ന AE-മാരും അതുപോലെ തന്നെ സബ്ബനർമാരും ലൈൻമാന്മാരും വർക്കർമാരും ഒക്കെ കയ്യും കാലിട്ട് അടിക്കുക. അങ്ങനെയല്ലേ നമ്മുടെ ഭാഷ, നാടൻ ഭാഷ പറയണേ. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ലോഡ് ഷെഡിങ് അതിന് പ്രായോഗികമായിരുന്നു എങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പണ്ടേ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയാനേ. പക്ഷേ ലോഡ് ഷെഡിങ് പ്രായോഗികമല്ല. കാരണം എന്താ? ഒരു ഫീഡറിൻ്റെ ലോഡ് 200 എന്നുള്ള 250-ലേക്ക് കയറുക. അത് അരമണിക്കൂർ ഓഫ് ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം വീണ്ടും ചാർജ് ചെയ്യുമ്പോൾ കൂടുകയോ കുറയുമോ? 250 എന്നുള്ളത് കൂടും. അതുപോലെ ട്രാൻസ്ഫോർമർ 100, ഞാനൊക്കെ എൻ്റെ ട്രാൻസ്ഫോർമറിനെ എല്ലാ ദിവസവും തൊഴുതിട്ടാണ് പോരണേ. കാരണം 100 kV ട്രാൻസ്ഫോർമറിൻ്റെ ഒരു ഫേസിൽ 133 ആംപിയർ എടുക്കാൻ പറ്റുള്ളൂ. 250 എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം അല്ലേ. 133 ആംപിയർ എടുക്കാവുന്ന ഒരു ട്രാൻസ്ഫോർമർ 250 ആംപിയർ എടുക്കണേ എന്ന് പറഞ്ഞാൽ അവൻ്റെ 200% കപ്പാസിറ്റിയാണ്. നമ്മുടെ ഡിസൈനിൽ പറയണ 25% കപ്പാസിറ്റി എബവ് പോകാമെന്നാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമർ അരമണിക്കൂർ ഓഫ് ചെയ്താൽ, ഫീഡർ ഓഫ് ചെയ്താൽ എന്ത് പറ്റും? ഈ ട്രാൻസ്ഫോർമർ അരമണിക്കൂർ ഓഫ് ചെയ്യും. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ കറണ്ട് വരും. എന്ത് ചെയ്യും നമ്മൾ? വീട്ടിലെല്ലാവരും ബെടാ പോയി മോട്ടർ ഇട്ടോ പറയല്ലേ. ഈ പണ്ടാരം എപ്പോഴാണ് ഇനി പോണേന്ന് അറിയാൻ മേല, പെട്ടെന്ന് പോയി. അപ്പം ഡിമാൻഡ് കൂടും. നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് 250 നിൽക്കുന്ന 133 ആംപിയർ എടുക്കാവുന്ന ട്രാൻസ്ഫോർമർ 250 നിൽക്കണവൻ എന്ത് പറ്റും? 270-ലേക്ക് പോകും. അപ്പോൾ ലോഡ് ഷെഡിങ് എന്തുകൊണ്ടാണ് പ്രായോഗികമല്ലാത്തത്? ഇവിടെ ശരിക്കും പവർ കട്ടാണ് പ്രായോഗികം. പക്ഷെ അത് നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗം കുറയ്ക്കണം. അതാണ് നമ്മൾ ഈ പവർ കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോഡ് ഷെഡിങ് പ്രായോഗികമല്ല. അപ്പം നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ഒരു കൺസ്യൂമർ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ 1, 2, 3 മണിക്കൂർ ഓഫ് ചെയ്ത് എന്നിട്ട് ബാക്കി സമയത്താ. ഞാൻ പറഞ്ഞു 1, 2, 3 മണിക്കൂർ ഓഫ് ചെയ്തിട്ട് തീരുന്ന പ്രശ്നമല്ല. തീരുന്ന പ്രശ്നമാണെങ്കിൽ പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യും.
അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം എന്താണ്? ട്രാൻസ്ഫോർമറിൽ വരുന്ന ലോഡുകൾ കുറയ്ക്കുക. കൺസ്യൂമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലാതെ വേറെ ഒരു മാർഗമില്ല. എ സിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇനി മുതൽ ആരും എ സി ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുകയേ ചെയ്യരുത്. പറഞ്ഞാൽ എന്ത് പറ്റും? തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അതിന് മാത്രം ചൂടാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. സാധാരണ ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടാകുന്ന ഒരു ലോഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു 3% വരെയാണ്. പക്ഷേ ഇപ്രാവശ്യം 25% ലോഡ് ഗ്രോത്ത്. അപ്പം നമ്മൾ ഒരാളോടും പവർ എ സി ഉപയോഗിക്കരുതെന്ന് പറയരുത്. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയണം. നമ്മൾ എന്ത് ചെയ്യും? ഓടിക്കഴിച്ച് വന്നിട്ട് എ സി അങ്ങോട്ട് ഇടണം. എത്രയില്ല? 16 അല്ലേ? 16ന്റെ ആവശ്യമുണ്ടോ നമ്മൾ സത്യത്തിൽ? 28 മതി. നമുക്ക് സാധാരണ അതാ 26 താഴത്തേക്ക് കൊണ്ടുവന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ റൂം ടെമ്പറേച്ചർ 26 താഴത്തേക്ക് കൊണ്ടുവരുന്ന എന്താക്കും? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സിനോട് പറയണ്ട, നമ്മളെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലുണ്ടല്ലോ 28 ഇട്ടിട്ട് ആ ഫാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടേ, നമുക്ക് ആവശ്യമുള്ള തണുപ്പ് കിട്ടും. പിന്നെ അടുത്ത വില്ലൻ എന്താണ്? എ സി കഴിഞ്ഞാൽ ഇ വി ചാർജിങ് മെഷീൻ അല്ല, ഇ വി ചാർജിങ്. നമ്മുടെ കാറും സ്കൂട്ടറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ട് 10 മണിയാകുമ്പോഴായിരിക്കും വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ ഇടും. ഈ എ സി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് ആവും. പക്ഷേ ഇവൻ കട്ട് ഓഫ് ആവില്ല, അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അത് ഒരു 12-1 മണിക്ക് ശേഷം എന്ന രീതിയിലേക്ക് മാറിയേ പറ്റൂ. എന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഈ ട്രാൻസ്ഫോർമറുകളെ നമുക്ക് കത്തിപ്പോകാതെ സംരക്ഷിക്കാൻ പറ്റും. 1 മണിയിലേക്ക് മാറ്റി പറഞ്ഞാൽ ആരാ ഇപ്പോൾ 1 മണി വരെ ഉറങ്ങാതിരിക്കണേ? ആരാ ഉറങ്ങാതിരിക്കണം 1 മണി വരെയൊക്കെ? നമ്മുടെ വീട്ടിലാരെങ്കിലും ഉറങ്ങാതിരിക്കാറുണ്ടോ? എല്ലാവരും ഉറങ്ങുക? നമ്മുടെ മക്കളൊന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മക്കൾ രണ്ടുപേരും ഉറങ്ങില്ല. കാരണം നമ്മുടെ ജീവിത രീതിയും ജീവിത ശൈലിയൊക്കെ മാറിപ്പോയി. നമ്മൾ പണ്ട് 10 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പം അത് 11ലേക്കും 12ലേക്കും 1ലേക്കും 2ലേക്കും പോവുക. അത് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ സമയത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യണം? ഇ വി ചാർജിങ് നടത്താൻ പാടുള്ള നിർദ്ദേശം കൊടുക്കണം. ഇത് രണ്ടും ഒഴികെ ഒരു വൈദ്യുതി ഉപകരണങ്ങൾ, ബൾബ് ട്യൂബ് ഒക്കെ അല്ലാതെ ഒരു വൈദ്യുതി ഉപകരണങ്ങൾ എന്ത് ചെയ്യരുത് ഈ സമയത്ത് ഉപയോഗിക്കരുത്. ഈ 3-4 കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂ? ഇപ്പോഴത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റൂ. കാരണം ട്രാൻസ്ഫോർമർ കിട്ടാനില്ല. 100ന്റെ ട്രാൻസ്ഫോമർ ഫോൾട്ടി ആയാൽ 160 വെച്ചാലേ നിൽക്കത്തുള്ളൂ. 100 കിട്ടാനില്ല, 160 കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. കാരണം നമ്മൾക്ക് അവിടെ ചുട്ടുകൊണ്ടിരിക്കുക ട്രാൻസ്ഫോർമർ. നമ്മൾ കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമർ ഫോൾട്ടി ആയ ട്രാൻസ്ഫോമർ അപ്പം തന്നെ റിപ്പയർ ചെയ്ത് അതിനെ പെട്ടെന്ന് എടുക്കുക. ഇതിനിടയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉത്തരവ്? ട്രാൻസ്ഫോർമർ നന്നാക്കണമെങ്കിൽ അവിടെ നട്ടും ബോൾട്ടും വേണം, വൈൻഡിങ്ങിനുള്ള കോറുകൾ വേണം, കോയിൽ വേണം, അതിന് കണക്ഷൻ കൊടുക്കാൻ എന്ത് വേണം? ഫെറൂള് വേണം. അങ്ങനെ കുറേ പിന്നെ അവിടെ വയറുകൾ വേണം. ഇതൊക്കെ എല്ലാ TMRകളിലും തീർന്നു പോകും. അപ്പോൾ ഒരു വിചാരിക്കുകയാണ്, ഞാൻ പോയി മെഡിസിൻ പെട്ടെന്ന് ചോദിച്ചാലോ, മെഡിസിൻ പെട്ടെന്ന് തീരുമാനിച്ചാലോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അത് തടയേണ്ട ഒരു ഉത്തരവാദിത്തം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾക്കുണ്ടെന്നൊരു ആഗ്രഹം പറയാണ്ട് എനിക്ക്. എന്തിനാണ് AEമാർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും AIXമാർക്കും ഡെപ്യൂട്ടിമാർക്കും
ഒക്കെ ഉണ്ടായിരുന്ന അധികാരം പിൻവലിച്ചത്. ഇവർ പറയുന്നത് ഡിമാൻഡ് സൈഡ് അല്ല, നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രായോഗികമായിട്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രായോഗികമായിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ലോക്കൽ പർച്ചേസ് നടത്തേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു ട്രാൻസ്ഫോർമറിനോ ഒരു ലൈനിലോ ഒരു ABC-യിലോ ഉണ്ടാകുന്ന ചെറിയ റിപ്പയർ പോലും നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സാധനം വാങ്ങിച്ചേ പറ്റൂ. അതിനുള്ള അധികാരം AE-മാർക്കും ഇല്ല, AXC-മാർക്കും ഇല്ല, എക്സിക്യൂട്ടീവ്മാർക്കും ഇല്ല. ഡെപ്യൂട്ടിമാർക്ക് മാത്രമാണ് അധികാരം. അത് നട്ടാം ബോൾട്ട് തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി വാങ്ങിക്കണം, സോക്കറ്റ് കാട്ടാക്കടയിലെ ഡെപ്യൂട്ടി വാങ്ങിക്കണം, പിന്നെ അതിനുള്ള വയറ് കൊല്ലം ഡെപ്യൂട്ടി മേടിക്കണം. അതായത് ഓരോരുത്തർക്കും ഓരോ അധികാരം കൊടുത്തിരിക്കുക. ഇന്നവർ ഇന്നതേ വാങ്ങിക്കാവൂ. അത് ഒരു തലതിരിഞ്ഞ തീരുമാനമാണ്. അത് മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് സൂചിച്ച് നടക്കുക. കാരണം എല്ലാ AE-മാരും എന്ത് ചെയ്തു? ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചങ്ങ് കൂട്ടി. ഇപ്പം 2 മാസമായിട്ട് ഇംപ്രസ്റ്റും ഇംപ്രസ്റ്റ് കൊടുത്തതേ ഉള്ളൂ, കൊടുക്കുന്നില്ല. ഒരു പർച്ചേസും ഇല്ല. ഇലക്ട്രിസിറ്റി ബോർഡിന് ലാഭമാണ്, ചെയ്യണ്ടല്ലോ. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫീൽഡിലെ ജീവനക്കാർ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്ന നമ്മുടെ സംഘടനയ്ക്ക് ഒരു പ്രധാന റോൾ വഹിക്കാനുണ്ട്. അത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിനു വേണ്ടി കൃത്യമായി പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ആ മറ്റേ ഒരു ഡിമാൻഡ് സൈഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു പൊതുവായ കാര്യങ്ങൾ. പിന്നെ എന്താ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുജനത്തിന് ഏറ്റവും അധികം പ്രയാസം എന്താ? ഏറ്റവും അധികം പ്രയാസം പണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയിട്ടുണ്ടോ? ആൾക്കാർ പോയിട്ടുണ്ടോ? ഇപ്പോഴല്ല, പണ്ടൊക്കെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയിട്ടില്ല നിങ്ങൾ? ജോലി കിട്ടുന്നതിന് മുമ്പും പിമ്പും ഒക്കെ അടച്ചിട്ടില്ലേ? അപ്പോൾ കറണ്ട് ചാർജ് നമ്മൾ അടയ്ക്കും എല്ലാവരും, അല്ലേ? അതാണ് ഏറ്റവും പ്രയാസമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. കാരണം ഓൺലൈൻ അടയ്ക്കാം, 2 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റ് മതി. പക്ഷേ ഇപ്പോഴും ആ സൗകര്യം ഉപയോഗിക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകാറുണ്ട് എല്ലാവരും. എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? കറണ്ട് കണക്ഷനുണ്ട്, അല്ലേ? ഈ കറണ്ട് ചാർജിൽ പറയുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ, കറണ്ട് ചാർജ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും? അതിൽ ആ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ KWH. നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി കണക്ഷൻ ഉണ്ടല്ലോ, വൈദ്യുതി കണക്ഷൻ കൊടുക്കുകയല്ലേ, കറണ്ട് കണക്ഷൻ കൊടുക്കുകയല്ലേ, അതിലെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ചെറുതായിട്ടൊന്ന് സേഫ്റ്റിയിലേക്ക് അടക്കുകയാണ് കേട്ടോ. അതിലെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ഇല്ല, അത് KWH എന്ന് പറഞ്ഞാൽ കറണ്ടിലെ ഏതാ? കറണ്ട് ബില്ലിലെ KWH ആണ്. കറണ്ട് ബില്ലിലെ കറണ്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് എന്താ? KWH ആണ്. നമ്മൾ കൊടുക്കുന്ന കറണ്ട് കണക്ഷൻ ഉണ്ടല്ലോ, ആ മീറ്ററും വയറും കൊണ്ടുപോയി അവിടെ കൊടുക്കുമല്ലോ, അത് പല ഇതിൽ കൊടുക്കുകയല്ലേ, അതിൻ്റെ യൂണിറ്റ് എന്താ? അവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? 2 സൈസ് കറണ്ടല്ലേ കൊടുക്കാറുള്ളൂ നമ്മൾ, ഒന്നെങ്കിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ്. ഇനി നിങ്ങൾ പറ, അവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? അവിടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ ഫേസ് 3 ഫേസ് എന്ന്. അതിൽ തന്നെ മനസ്സിലായില്ലേ? 230 വോൾട്ട് അല്ലെങ്കിൽ 440 അല്ലെങ്കിൽ 420 എന്നൊക്കെ പറയും. ആക്ച്വലി 453 240. അവിടെ കറണ്ട് കൊടുക്കുന്ന കണക്ഷൻ്റെ എന്താണ് അത്? അവിടെ കൊടുക്കുന്ന കറണ്ട് കണക്ഷൻ്റെ പേരെന്താ? യൂണിറ്റ് എന്താ? വോൾട്ടാണ്. ഇനിയാണ് നമ്മൾ ട്രാൻസ്ഫോർമറിലേക്ക് വരുന്നത്.
ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഉറങ്ങണുണ്ടോ? ആർക്കെങ്കിലും ഉറങ്ങണം തോന്നണ്ടാ? തോന്നണ്ടേ പറയണേ, ഒന്ന് കയ്യൊക്കെ പൊക്കിയര്, ഞാൻ നിർത്തിക്കോളാം. ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് ബില്ലിൽ കൊടുക്കുന്ന കറണ്ട് KWH ആണ്. നമ്മൾ കൊടുക്കുന്ന കണക്ഷനിൽ കറണ്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ വോൾട്ട്, അതിൻ്റെ എന്താണ്, വോൾട്ടാണ്. ഇനി നമ്മൾ ട്രാൻസ്ഫോർമറിലേക്ക് വരികയാണ്. അപ്പോൾ ട്രാൻസ്ഫോർമറിൽ ലോഡ് കൂടുതലാണെന്ന് പറയും, നമ്മൾ കറണ്ട് കൂടുതലാന്ന് പറയും. എത്രയാണ് അത്? എങ്ങനെ അളക്കണം? എത്ര ആംപിയർ എന്ന് പറയും. അവിടെയും നമ്മൾ കറണ്ട് എന്നാണ് പറയണേ. ട്രാൻസ്ഫോർമറിൽ പോയിട്ട് നമ്മൾ അളന്ന് അവിടെ കറണ്ട് കൂടുതലാന്ന് പറയും. അവിടെ എന്താ പറയണേ? ആംപിയർ. അപ്പം നമ്മൾ ഈ 3 കറണ്ടിനും ഒരു വ്യത്യാസം വന്നില്ലേ? ആദ്യം പറഞ്ഞ കറണ്ട് ബില്ലിലെ കറണ്ടിൻ്റെ യൂണിറ്റ് KWH, രണ്ടാമത് പറഞ്ഞ കറണ്ട് കണക്ഷനിലെ കറണ്ടിൻ്റെ യൂണിറ്റ് വോൾട്ട്, മൂന്നാമത് പറഞ്ഞ കറണ്ടിൻ്റെ ആംപിയർ. ഇതെല്ലാം കറണ്ടാ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? KWH എന്ന് പറഞ്ഞാൽ ആ WH കളഞ്ഞര് പോയിട്ട് വാട്ട. K എന്ന് പറഞ്ഞാൽ കിലോ എന്നേ അർത്ഥമുള്ളൂ. H എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഉള്ളൂ, അത് ഒന്ന് വിട്ടേക്ക്. പോയിട്ട് വാട്ടാണ്. അപ്പം നമ്മൾ കൊടുക്കണ ആ ഒരു യൂണിറ്റിൻ്റെ അളവ് വാട്ടാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ്റെ വോൾട്ടാണ്, വാട്ടും വോൾട്ടും. പിന്നെ ഉള്ള കറണ്ട് ആംപിയറാണ്. ഇതിലേതാണ് അപകടം? ഈ പറഞ്ഞ വാട്ടിനെ നമുക്ക് വെട്ടാം. വാട്ടെന്ന് പറഞ്ഞാൽ KWH നമ്മൾ ബില്ല് കൊണ്ട് കൊടുക്കുമ്പോൾ കൺസ്യൂമർക്ക് അപകടം, തലയിറങ്ങി വീണെന്നൊക്കെ പറയണത് അല്ലേ? അപ്പം അതുകൊണ്ട് ആ വാട്ടിനെ വിട്ടര്. വോൾട്ടുണ്ട്, കറണ്ടുണ്ട്. ഇതിലേതാണ് അപകടം? വോൾട്ടാണ്, അല്ലെങ്കിൽ കറണ്ടാണ്, അല്ലെങ്കിൽ രണ്ടുമാണ്. വോൾട്ട്, കറണ്ട്, അതായത് വോൾട്ട് VI, വോൾട്ട് ആംപിയർ. ഇതിൽ ഏതാണ് അപകടം? ഒന്നെങ്കിൽ V ആണ്, 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ A ആണ്, അല്ല ഒന്നെങ്കിൽ വോൾട്ടാണ്, അല്ലെങ്കിൽ കറണ്ടാണ്, അല്ലെങ്കിൽ രണ്ടുമാണ്. ഇതിലേതാണ് അപകടം? ആർക്കും എന്തും പറയാം കേട്ടാ, പൊട്ടത്തര എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ആരും ഇല്ല കേൾക്കാൻ, നമ്മളൊക്കെ ഉള്ളു. രണ്ടും അപകടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ല ഇനി വോൾട്ടാണ് അപകടമെങ്കിൽ വോൾട്ട് എന്ന് പറയാം. I ആണ് അപകടമെങ്കിൽ, അതായത് കറണ്ടാണ് അപകടമെങ്കിൽ കറണ്ട് എന്ന് പറയാം. ഇതിലേതാണ് അപകടം? രണ്ടും അപകടമല്ലേ? നമ്മുടെ 220 kV ലൈനും 110 ലൈനും 66 ലൈനും ഒക്കെ പോകണില്ലേ? പോകണ്ട? ടവർ ലൈനൊക്കെ കാണാറില്ലേ? അത് വോൾട്ടേജ് അല്ലേ പോണേ? കിളികൾ ഇരിക്കണുണ്ടോ അതിൽ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ വോൾട്ട് അപകടമാണോ? അപകടമാണ്, അത് ആകെ പോകത്തില്ലേ? അപ്പോൾ വോൾട്ടേജ് അപകടമാണോ? അതായത് ഈ രണ്ട് കാര്യങ്ങൾ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്തുള്ളൂ, സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വോൾട്ടേജ് എന്തല്ല, അപകടമല്ല. ബട്ട് എന്തുണ്ട്? അവൻ അപകടം ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ എല്ലാവരും വെള്ള ഷർട്ടാണല്ല, എല്ലാവരുടെയും പോക്കറ്റിലൊക്കെ 500-ൻ്റെയൊക്കെ നോട്ടിരിപ്പുണ്ട്. ഇരിപ്പില്ലേ? ഇല്ലേ? ഉണ്ടെന്നേ പല ആൾക്കാരുടെ ഇരിപ്പില്ലേ? ഇരിപ്പുണ്ട്. ഇത് വൈകുന്നേരം ഇവിടെ ഒരു ചിലവുമില്ല, വൈകുന്നേരം മടക്കി വീട്ടിൽ കൊണ്ടുപോകും.
കൊണ്ടുപോകല്ലേ? കൊണ്ടുപോകും. എന്നാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ചായ മേടിച്ച് തന്നുകൂടെ? നിങ്ങൾക്ക് ചായ മേടിച്ച് തന്നുകൂടെ? ആവശ്യമില്ല, നമ്മൾ പോണ വഴി ചായ മേടിച്ച് തന്നുകൂടെ? അപ്പം ഈ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം ഇതേപോലെ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരാളെ ഒരു ചായ കുടിക്കാൻ വിളിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിവിടെ ഉണ്ടാവണം, എന്നാലേ ചായ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ സിബി സാറിനെ വിളിക്കണം, സാറേ ബാ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ സാറിന് ഊണ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് വേണം? എൻ്റെ കയ്യിൽ ഈ സാധനം വേണം. ഞാൻ ചിലവാക്കുമ്പോഴേ എന്താകുള്ളൂ? ഇതിൻ്റെ അളവ് കുറയുള്ളൂ, ഇവിടെ ഒരു പ്രവൃത്തി നടക്കുള്ളൂ. അതുപോലെയാണ് വോൾട്ടേജും കറണ്ടും. ഇതിവിടെ കുറയണമെങ്കിൽ എന്ത് വേണം? ഞാനൊരു ജോലി ചെയ്യണം. അപ്പോൾ വോൾട്ടേജ്, വരുന്ന വോൾട്ടേജ് കറണ്ടായി മാറണം. അവനൊരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അവിടെ കറണ്ട് ഉണ്ടാവൂ. ആ കറണ്ടാണ് അപകടം. എന്താണ് അപകടം? ഈ പറഞ്ഞ ഐ ആണ് അപകടം, വോൾട്ടേജ് അപകടമല്ല. പക്ഷെ എന്തുണ്ട് അവൻ്റെ കയ്യിൽ? നമ്മുടെ പോക്കറ്റിൽ ശക്തി ഇരിക്കുക. എനിക്കിപ്പോൾ നിങ്ങളാരെങ്കിലും ചായ കുടിക്കാൻ വിളിക്കാം, എൻ്റെ കയ്യിൽ കാശുണ്ട്. അതുപോലെ വോൾട്ടേജ് ഉണ്ട്, അവൻ എന്തുണ്ടാക്കാം? കറണ്ട് ഉണ്ടാക്കാം, അവൻ അപകടം സംഭവിപ്പിക്കാം. ഇനി ആ കറണ്ട് അവിടെ ഉണ്ടായിക്കോട്ടെ, അത് നമ്മളിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അപകടം ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഈ കറണ്ട് എന്ത് ചെയ്യണം? നമ്മളിലൂടെ പോണം. അപ്പോഴേ എന്തുണ്ടാവൂ? അപകടം ഉണ്ടാവൂ. ഈ വോൾട്ടേജിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. അവൻ എവിടുന്നാ വന്നെ? വോൾട്ടേജ് എവിടുന്നാ വരുന്നേ? നമ്മുടെ അറിയാമല്ലോ നിങ്ങൾക്ക് എവിടെയാണ് വന്നേന്ന്? എവിടുന്നാ വരുന്നേ? നിങ്ങൾ ഈ വലിയ കാര്യമൊന്നും പറയണ്ടേ, ഈ ചെറിയ കാര്യം പറയുന്നത്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ട്രാൻസ്ഫോർമർ എന്നല്ലേ? അവനൊറ്റ ലക്ഷ്യമുള്ളൂ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്? തിരിച്ച് വീട്ടിൽ ചെല്ലണം. പക്ഷെ തിരിച്ച് വീട്ടിൽ ചെല്ലണമെങ്കിൽ എന്ത് വേണം? പാത്തല്ല, അവനെ വീട്ടിൽ കയറ്റണമെങ്കിൽ എവിടെയെങ്കിലും പ്രവൃത്തി ആയിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വീട്ടിൽ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങിയാ? ഒന്ന് വന്നേറ്റേ, ആരെങ്കിലും ഉറങ്ങിയാ? അപ്പൊ വീട്ടിലേക്ക് വോൾട്ടേജിനെ തിരിച്ചു കയറ്റണമെങ്കിൽ അവൻ എവിടെയെങ്കിലും ജോലി ചെയ്താലേ കയറ്റൂ. മനസ്സിലാവണ്ടോ ഞാൻ പറഞ്ഞേ? അവൻ എവിടെയെങ്കിലും ഒരു കറണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് പറ്റൂ? വീട്ടിലേക്ക് പറ്റൂ. അവന്റെ ആഗ്രഹം കഴിവതും വേഗം വീട്ടിലേക്ക് ഉള്ളതാ. അപ്പോഴാണ് നമ്മൾ കയറി അവിടെ പിടിക്കണേ, ലൈനെ കയറി പിടിക്കണേ. ലൈനെ കയറി പിടിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളിലൂടെ ഒഴുകി ഭൂമിയിലൂടെ പോയി അവൻ വീട്ടിലെത്തും. അപ്പം നമ്മളിലൂടെ എന്ത് പറ്റി? ഒഴുകി. അപ്പം നമ്മളിലൂടെ ഒഴുകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ റെസിസ്റ്റൻസ്, അങ്ങനെ സാധനമില്ലേ, കൂട്ടണം. അതായത് ഇതിനെ തടയാനുള്ള ശേഷിയും കൂട്ടണം. ഇവൻ നമ്മളിലൂടെ പടർന്നു പോകരുത്, അവൻ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ. നമ്മുടെ ഇൻസുലേറ്ററൊക്കെ അങ്ങനല്ലേ? ഇൻസുലേറ്ററിന് എന്തുണ്ട്? റെസിസ്റ്റൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അതിലൂടെ കടന്നു പോകാതെ അവിടെ നിൽക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പറയുമല്ലോ, റെസിസ്റ്റൻസ്, ഈ ഇൻസുലേറ്റർ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കപ്പാസിറ്റി പോകാതെ കൊണ്ടാണ്. അപ്പോൾ ഇവൻ നമ്മളിലൂടെ വരരുത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ എന്ത് കൂട്ടണം? പ്രതിരോധശേഷി കൂട്ടണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അടുത്ത ആശുപത്രി ചെന്നിട്ടേ, ഇഷ്ടം പോലെ ആശുപത്രിയാണല്ലോ, ഡോക്ടറെ ഞാനിങ്ങനെ KSEBിയിലെ പണിക്കാരനാണ്, എൻ്റെ പ്രതിരോധശേഷി ഇച്ചിരി കൂട്ടിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടി മേടിച്ചാൽ പോരെ? പറ്റുമോ? ഇല്ല. എന്തേ പറ്റൂ പിന്നെ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ? അഡീഷണൽ ഫിറ്റിംഗ് ഫിറ്റ് ചെയ്യണം. എന്ത് വേണം? അഡീഷണൽ ഫിറ്റിംഗ് വേണം. എന്തൊക്കെയാണ് അഡീഷണൽ ഫിറ്റിംഗ്? ആദ്യം ഗ്ലൗസ് ആണ്, പിന്നെന്താണ്? ഷൂ ആണ്, പിന്നെന്താണ്?
ഹെൽമെറ്റാണ്. ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി ഉപയോഗിക്കണം. നിങ്ങൾക്ക് പല തർക്കങ്ങളും മറ്റേ വാദപ്രതിവാദങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നെനിക്കറിയാം. അതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ തർക്കിക്കുമെന്നൊക്കെ എനിക്കറിയാം. അത് നമ്മളൊരു സംവാദത്തിലേക്ക് എത്തിക്കാനും പറ്റും. പക്ഷേ എന്ത് വേണം? ഈ സാധനങ്ങൾ വേണം. അതിനാണ് എന്ത് വേണ്ടേ? നമ്മൾ ഈ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയാണ് എന്ത് വേണ്ടേ? ഈ സാധനങ്ങൾ വേണ്ടത്. ഇനി അഥവാ മനുഷ്യനിലൂടെ കടന്നു പോയെന്ന് വിചാരിച്ചോ, നമുക്ക് നമ്മുടെ സാധാരണത്തിൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസിനെ പറയുന്നത് 1000 ഓം എന്നാണ് പറയണേ. ഇത് എവിടുന്ന് എങ്ങനെ അളന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി 1000 ഓം എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അളന്നതെന്ന് എനിക്കിതുവരെ പിടിയിട്ടിട്ടില്ല. എന്താ കാര്യം? എന്താ കാര്യം? സൈനൈഡിന്റെ രുചി എന്താ? നാക്കെ വെച്ച് അപ്പം തട്ടിപ്പോകൂലേ? ഇത് വോൾട്ടേജ് കൊടുത്ത് താഴെ കൂടെ നോക്കുമ്പോൾ എന്ത് പറ്റും? ഈ കറണ്ട് ഉണ്ട്, അല്ല വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? റെസിസ്റ്റൻസ് കിട്ടുകയുള്ളൂ. എന്നാലും നമ്മൾ പറയും 1000 എന്നൊക്കെ പറയും. അത് 1000 ആണെന്ന് വിചാരിച്ചോ. എത്ര കറണ്ട് വേണം നമ്മൾ ഡിമ്മാകാൻ? എത്ര വേണം? അത് കണക്ക് നോക്കിയിട്ടുണ്ട്. അത് എങ്ങനെ കണക്കാക്കിയെന്ന് എനിക്കറിയില്ല. പോട്ടെ, അത് 50 മില്ലി ആമ്പിയറാണ്. 50 മില്ലി. മില്ലി എന്ന് മനസ്സിലായില്ല? മില്ലി അറിയാമല്ലേ? ശരിക്കണ്ട, മില്ലി അറിയാമല്ലേ? മില്ലി ലിറ്റർ കേട്ടിട്ടില്ലേ? മില്ലി ലിറ്റർ കേട്ടിട്ടില്ലേ? 1 ലിറ്ററിൻ്റെ 1000 50 മില്ലി ആമ്പിയർ മതി. ഇവിടെ നമ്മളീ പറയണ 50 മില്ലി മതി ആമ്പിയർ. 1 ആമ്പിയറിൻ്റെ മുഴുവൻ വേണ്ട, 50 മില്ലി ആമ്പിയർ മതി. അങ്ങനെ നോക്കിയാൽ, ആ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല, അങ്ങനെ നോക്കിയാൽ 8 പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് ടെക് എന്ന് പറഞ്ഞ് തീർക്കാനുള്ള ശേഷി ആർക്കുണ്ട്? നമ്മുടെ സിംഗിൾ ഫേസ് ലൈനിലുണ്ട്. ഒരാളിനെ പൊക്കത്ത് നിർത്തിയിട്ട് 8 പേരെ ഒരുമിച്ച്, ഈ കണക്ക് ശരിയാണെങ്കിൽ, ശരിയാണെന്നൊന്നും എനിക്ക് വാദമില്ല, ശരിയാണെങ്കിൽ 8 പേരെ ഒരുമിച്ച് തീർക്കാൻ പറ്റുന്നൊരു ശക്തിയാണ് ആർക്കുള്ളത്? നമ്മളീ പറയണ ഈ കാരണം സിംഗിൾ ഫേസ് ലൈനിലുള്ളത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണേ? 3 ഫേസിലും 11 കെവിലൊക്കെ കയറി അങ്ങ് പിടിക്കും. അതെ, അത് നമ്മളെപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാവൂ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറ്. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും മാറി കിട്ടും. എല്ലാവർക്കും ടെൻഷനല്ലേ? എമാർക്കും സബ് എല്ലാവർക്കും ടെൻഷനാണ്. നമുക്ക് ഈ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ടെൻഷനാണ്. മുകളിൽ നിന്ന് സമ്മർദ്ദം വരും. നമ്മൾ സബ് ചീത്ത പറയും, സബ് ഓവർസിയറെ പറയും, ഓവർസിയർ ലൈൻമാനെ പറയും, അങ്ങനെ ചിലപ്പോൾ നേരിട്ട് ലൈൻമാനെ പറയും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ സമ്മർദ്ദത്തിലാണ്, എല്ലാവരും സമ്മർദ്ദത്തിലാണ്. അപ്പം നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, കൺസ്യൂമറാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് സമ്മർദ്ദം വരുന്നു എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും.
ഞാൻ മിനിഞ്ഞാന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് 4-ാം നാൾ അന്ന് രാത്രി 12 മണിയായി കിടന്നപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. ആലുവെന്ന് പമ്പിങ് തീർന്നു. പമ്പിങ് 10:45 നിന്ന് പോയതാ. അവർക്ക് ഡെഡിക്കേറ്റഡ് ഫീഡറുണ്ട്, അതങ്ങ് പോയി. പമ്പിങ് ഇല്ല. അവർ വിളിക്കുന്നു, AX വിളിക്കുന്നു, എക്സൂറിനെ വിളിക്കുന്നു. ഞാൻ എൻ്റെ ജീവനക്കാരെ, എൻ്റെ സ്റ്റാഫിനെ വിളിച്ചു, എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലെ ഓവർസിയറെ ഞാൻ എല്ലാ ദിവസവും എനിക്കറിയാം ആരാ ഓവർസിയർ, ഞാൻ അയാളുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചു. അവരെവിടെയാണെന്ന് ചോദിച്ചു. അവർ ഇന്നടത്തൊക്കെയാണ് സാറേ, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവരുടെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് പറഞ്ഞു, ഇപ്പം ചെയ്യാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. നാളെ വലിയ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുള്ളതെന്ന് പറഞ്ഞു. എനിക്ക് 2 ജീവനക്കാരേ ഉള്ളൂ, അവരെ തലങ്ങും വിലങ്ങൊന്നും ഓടിക്കാൻ എനിക്ക് പറ്റില്ല, അതിന് ഞാൻ മറുപടി പറഞ്ഞോളെന്ന് പറഞ്ഞു. അവരെന്നെ മാത്രമല്ല എൻ്റെ AXM വിളിച്ചു, എക്സിക്യൂട്ടീവിനെ വിളിച്ചു, അതിന് മുകളിലൊക്കെ വിളിച്ചു. പക്ഷേ പരിഹാരമൊന്നും ആയില്ല. അപ്പം എപ്പോഴും സമ്മർദ്ദത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ജോലി. അപ്പം നമ്മൾ നമ്മുടെ വേറെ കാര്യങ്ങൾ ചിന്തിക്കണം, അല്ലാതെ ഈ KSEB കുറിച്ച് ചിന്തിക്കരുത്. വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ സമ്മർദ്ദമൊക്കെ പോകും. അതുപോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പം ഇവിടെ വൈദ്യുതി നമ്മൾക്ക് സിംഗിൾ ഫേസിന് പോലും നമ്മളെ അത്രയും പവറാണ് സിംഗിൾ ഫേസിന് പോലും. ഇനി ഇവർ പറയുന്ന നേരത്തെ പറഞ്ഞ 1000-ന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഇവിടെയും ഇവിടെയും തമ്മിലാണ് 100 ഉള്ളതെന്നാണ് പറഞ്ഞത്. നമുക്കൊരു 30 വോൾട്ട് മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 240 വോൾട്ടിനാണ് 8 പേര്. അപ്പോൾ ഒരാൾക്ക് 30 വോൾട്ട് മതി. നമ്മൾക്ക് അപകടം ഉണ്ടാക്കാൻ എന്ത് മതി? 30 വോൾട്ട് മതി. സാറേ പവറിലൊന്നും പറഞ്ഞ് കയറി അങ്ങ് പിടിക്കാൻ നിൽക്കണ്ട, 30 വോൾട്ട് മതി. അപ്പോൾ ഇവിടെയും കൂടെ കൊടുത്താലോ ഒരു 5-6 വോൾട്ട് മതി. ഇവിടെ ഇത് പറയുന്നത് 100 ഓമേ ഉള്ളതെന്നാണ് പറയണേ. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയ ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുക. അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ എടുക്കണം? സേഫ്റ്റി നിർബന്ധമായും. വൈദ്യുതി ലൈനിൽ പിടിക്കുന്നതിന് മുമ്പ് സേഫ്റ്റി ഷൂ, ഹെൽമെറ്റ്, ഗ്ലൗസ്. ഇനി അടുത്ത ദിവസം മുതൽ ഗ്ലൗസ് ഇല്ലെന്ന് പറഞ്ഞ് മെമ്മോ തരുമ്പോൾ എന്നെ വിളിക്കരുതേ, അല്ലേ? അതിന് ഞാൻ മറുപടി എഴുതാറുണ്ട് പലപ്പോഴും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ സേഫ്റ്റി ഷൂ ഇല്ലെന്നൊക്കെ പറഞ്ഞ് മെമ്മോ കൊടുക്കും ചിലപ്പോൾ AEമാരെ എക്സിക്യൂട്ടീവ്മാരൊക്കെ. അപ്പോൾ നമ്മൾ മറുപടി എഴുതുന്ന ഞാൻ മിക്കവാറും കുറേയൊക്കെ മറുപടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി വേണ്ടതാണത്. പക്ഷേ ഇലക്ട്രിക്കലി സേഫാണോ എന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതെന്തായിക്കോട്ടെ, ഇപ്പോൾ സേഫ്റ്റി ഹെൽമെറ്റ് വയ്ക്കുന്നതും ഒക്കെ നമുക്കൊരു അഡീഷണൽ ഫിറ്റിംഗ് തന്നെയാണ്. പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും പല ആൾക്കാരും രക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ? വോൾട്ടേജിന് ലക്ഷ്യം എന്താ? തിരിച്ചെവിടെ പോകണം? എവിടെ? വന്ന സ്ഥലത്ത് എത്തണം. അപ്പം നമ്മളൊരു പണി ചെയ്യുമ്പോൾ പോസ്റ്റിലേക്ക് കയറുമ്പോൾ മറ്റേ ബോഡി ബെൽറ്റൊക്കെ വേണം കേട്ടോ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പറഞ്ഞു പോയിട്ട് ഇതൊക്കെ എത്രയോ കേട്ടതാണ് സാറേ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ലൈൻ ഓഫ് ചെയ്യും. ലൈൻ ഓഫ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾ പോസ്റ്റിൽ കയറരുത്. അഥവാ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഓഫ് ചെയ്തിട്ട് കയറുമ്പോൾ എപ്പോൾ കയറിയാലും നമ്മൾ എന്ത് ചെയ്യണം? അഥവാ അവന് വേറെ എവിടെന്നെങ്കിലും വോൾട്ടേജ് കയറി വന്നാൽ എന്ത് വേണം? അവന് പോകാൻ വേറെ വഴി ഉണ്ടാക്കിയിട്ടേക്കണം. നമ്മൾ ചെയ്യണത് ആ ഫേസ് ലൈനിലൊക്കെ അല്ലേ വോൾട്ടേജ് വരാറ് സാധാരണ. വരുമ്പോൾ അവന് തിരിച്ചു പോകാൻ എന്തുണ്ടാക്കിയിടണം? നമ്മളിലൂടെ പ്രവേശിക്കാതെ അവന് തിരിച്ചു പോകാൻ വേറെ വഴി ഉണ്ടാക്കിയിടണം. മനസ്സിലായോ? ഈ വരുന്ന വോൾട്ടേജിന് കറണ്ടായിട്ട് അവൻ വീട്ടിലേക്ക് പോയിക്കോട്ടെന്നേ, അല്ലെങ്കിൽ അവൻ വന്നിടത്തേക്ക് പോയിക്കോട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മൾ വഴി ഉണ്ടാക്കിയിടണം. ആ വഴിയാണെന്ത്? നത്തിങ്. അപ്പം ഇനി മുതലെങ്കിലും നിങ്ങളൊരു കമ്പിയെ പിടിക്കുന്നതിന് മുമ്പ് ഫേസും ന്യൂട്രലും തമ്മിലെങ്കിലും നിങ്ങൾ മുട്ടിച്ചിട്ടേ ഞാൻ പിടിക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. മനസ്സിലാണ്ടോ പറഞ്ഞേ?
കാരണം ന്യൂട്രൽ ഒരു വഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പം അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ന്യൂട്രൽ എന്തിനാ വലിക്കണേ? നമുക്ക് അവൻ ഇതാണ്, അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ് ന്യൂട്രൽ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വോൾട്ടേജിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണെന്ത്? അപ്പോഴാണ് നമ്മൾ 3 കമ്പി റാബിറ്റിട്ട് വലിക്കും, 4ാമത്തെ കമ്പി സ്ക്വറലിട്ട് വലിക്കും. വലിക്കാവോ? വലിക്കാൻ പാടില്ല. അതേ കണ്ടക്ടർ തന്നെ ഉപയോഗിച്ച് വലിക്കണം. സ്റ്റാൻഡേർഡ്സിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ചില സമയത്ത് ചെയ്തു പോകും കേട്ടോ, അത് വേറെ കാര്യം. ചെയ്യാൻ പാടില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റാൻഡേർഡ്സിൽ. അപ്പോൾ ഫുൾ ജമ്പർ തന്നെ എന്തിനിടണം? ന്യൂട്രൽ ഇടണം. എന്തിനാ? തിരിച്ചു പോകാനുള്ള വഴി ഉണ്ടാക്കിയിടണം. എന്നിട്ട് ന്യൂട്രലുമായിട്ടെങ്കിലും ഫേസ് മുട്ടിച്ചിട്ട് ഞാൻ ആ കമ്പിയെ തൊടും തീരുമാനിക്കണം. ഒരു 90% അപകടങ്ങൾ അങ്ങനെ ഒഴിവാക്കാം. ഇപ്പോൾ ബോർഡ് കുറേ ബോർഡ് കുറേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്താണ്? ഇൻ്റർലിങ്ക് പോസ്റ്റ് പെയിൻറ് ചെയ്യണം. ഈ ഇൻ്റർലിങ്ക് പോസ്റ്റ് പെയിൻറ് ചെയ്തിട്ട് ഇൻ്റർലിങ്ക് കാണാത്തടത്താണ് പോയി പോസ്റ്റ് കയറണമെങ്കിലോ അപ്പുറത്തേന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ഊരിയാലോ? അത് ഏറ്റവും പ്രധാനം നമ്മുടെ എർത്തിങ്ങാണ്. മനസ്സിലാണല്ലേ? എന്താണ് ഏറ്റവും പ്രധാനം? ഇൻ്റർലിങ്ക് മനസ്സിലാക്കണം, അത് വേറൊരു കാര്യം. പക്ഷെ മനസ്സിലാക്കി ശ്രദ്ധിച്ചില്ലെങ്കിലോ? എർത്തിങ് നിർബന്ധമായി വേണം. നിങ്ങൾ ഇനി മുതലെങ്കിലും തീരുമാനിക്കുക എന്ത് വേണം? ഒരു ഫേസും ന്യൂട്രലും തമ്മിലെങ്കിലും, എന്നിട്ട് ന്യൂട്രൽ നന്നായിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ പല അപകടങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അശ്രദ്ധ കൊണ്ട് തന്നെയാണ് സംഭവിക്കുക. അതിനിയെങ്കിലും നമ്മൾ വരുത്തി വയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി പണ്ട് ഇപ്പം ഞാനൊക്കെ സർവീസ് കയറിയിട്ട്, ഞാനൊരു 5 വർഷത്തോളം വർക്കറായി ലൈൻമാനൊക്കെ ജോലി ചെയ്തതാണ്. പോസ്റ്റിലൊക്കെ നന്നായിട്ട് കയറി ജോലി ചെയ്തിട്ടുണ്ട്. 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഏറ്റവും നല്ലതായിട്ട് സേഫ്റ്റി നോക്കിയിരുന്നു. എന്താണെന്നറിയാവോ? എന്താണ്? പോസ്റ്റിൽ കയറിയിട്ട് കമ്പിയെല്ലാം നമ്മളിങ്ങനെ ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് കമ്പിയെല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് തട്ടി നോക്കും, ഇല്ലേ? എന്തിനാ ഇങ്ങനെ തട്ടണേ? ഇങ്ങനെ തട്ടിയാൽ പോരെ? നിങ്ങൾ പറഞ്ഞോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആരും നമ്മളെ നോക്കാനൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തട്ടുമ്പോൾ എന്ത് പറ്റും? മസിൽ ചുരുങ്ങി ഇങ്ങോട്ട് പോരും. ഇത്ര സമയം വേണ്ട. എത്ര വേണ്ട? ഞാൻ നേരത്തെ പറഞ്ഞു 220-നെ തന്നെ 8 വരെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. അപ്പോഴാണ് നമ്മൾ 11 kV ലൈനെ കയറി ഇങ്ങനെ മുട്ടണേ. പലപ്പോഴും രക്ഷപ്പെടും കേട്ടോ, ഇല്ലെന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ടാണ് രക്ഷപ്പെടണേ? നമ്മളെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രക്ഷപ്പെടണേ? നമ്മൾ അങ്ങനല്ല, മനസ്സിൽ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുക, ഇവൻ അങ്ങോട്ട് മുട്ടിട്ട് തിരിച്ചു പോരണമെന്ന്. അല്ലേ? ഇങ്ങനെ അടിച്ചാൽ നമ്മൾ മനസ്സിൽ, അതായത് പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ ഇവനിങ്ങനെ മുട്ടുക, തിരിച്ചു പോരുക, അത് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിട്ട് മനസ്സിന് നമ്മൾ കമാൻഡ് കൊടുത്തിട്ട് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുക. തിരിച്ചു പോരും, ഓക്കെ, കറണ്ട് ഉണ്ടല്ലോ ഇല്ലെങ്കിലും തിരിച്ചു പോരും. ഇത് ടെക്നിക്കലാണോ? ഈ ചിലപ്പോൾ നമ്മൾ പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, പെട്ടെന്ന് ഒരാൾ വന്നു മുമ്പിൽ ചാടി. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെങ്കിൽ എന്ത് പറ്റും? അയാൾക്ക് വണ്ടി നിർത്താൻ പറ്റും. ആദ്യം പഠിച്ച് എൽബോർഡൊക്കെ വെച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ
അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളാണെങ്കിലോ രക്ഷപ്പെടണമെന്നില്ല. അപ്പം നമ്മളുടെ ആ ഒരു തൊഴിലിലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അവിടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാന്നല്ല, നമുക്കത് ആ അപകടത്തിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഈ ഒരു ഗ്ലാസ്, ഇതൊരു ഗ്ലാസ് ചൂട് ചായയാണ് ഇതിനകത്തിരിക്കണേ. ആവി പറക്കണ കാണുന്നില്ലേ? കാണാമല്ലോ. ഇവിടെ ഞാൻ പിടിച്ചാൽ എന്ത് പറ്റും? ഞാൻ വലിക്കല്ലേ? അതെന്താ വലിക്കണേ? ചൂടായ എങ്ങനെയാ ഞാൻ വലിക്കണേ? ഇവിടെയുള്ള കോശങ്ങൾക്ക് ചൂട് പിടിച്ചപ്പോൾ എനിക്ക് പൊള്ളുന്നേന്ന് ആര് പറഞ്ഞു? ഇവിടുത്തെ കോശങ്ങൾ കൈയുടെ ഈ ഭാഗം എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഉടനെ തലച്ചോറ് വീണ്ടും തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു, കൈ എടുത്തോളാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞേ? ഇവിടുത്തെ കോശങ്ങളാ പറഞ്ഞേ. മെസ്സേജ് കൊടുത്തേ അങ്ങോട്ടാ? ഇവിടുത്തെ മസിൽസിനാ കൊടുത്തേ. ഇല്ല, ഇവിടെ നിന്ന് കൊതുക് അടിച്ചാൽ നിങ്ങൾ ഏത് കൈ കൊണ്ട് അടിക്കും? ഈ കൈ കൊണ്ടല്ലേ അടിക്കണേ. അപ്പോൾ ഇവിടുന്ന് മെസ്സേജ് തലച്ചോറിലേക്ക് പോയത് ഇവിടുന്നാ. അപ്പോൾ നമ്മൾ അടിച്ച ഏത് കൈ കൊണ്ടാ? ഈ കൈ കൊണ്ടല്ലേ. അപ്പം ഇവിടുന്ന് മെസ്സേജ് പോയാലും തിരിച്ച് അങ്ങോട്ട് മെസ്സേജ് വരണമെന്നില്ല. അപ്രോപ്രിയേറ്റ് മെസ്സേജ് എവിടുന്ന് കിട്ടും? തലച്ചോറിൽ നിന്ന് എവിടെ ആർക്കാണോ എപ്പോഴാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് കിട്ടും. ഈ മെസ്സേജ് ഇവിടുന്ന് ആള് പോയി പറയുകയാണോ? ആണോ? അല്ല. പിന്നെ ഈ കയ്യിൽ ചൂടുണ്ടായി പൊള്ളി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആള് പോയി പറയുകയാണോ? ആണോ? പിന്നെ പറയും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും പറയാം. നെർവ്സ് വഴി ഒരാളിടയ്ക്ക് ഉത്തരം പറഞ്ഞു, കറണ്ടാണ്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽ വഴിയാണ് എന്ത് ചെയ്യുക, ഈ മെസ്സേജ് തലച്ചോറിലേക്ക് പോകുന്നതും തിരികെ വരുന്നതും. അപ്പോൾ ഓരോന്നിനും ഓരോ എന്താണ് മെസ്സേജുകളാണ്. ഓരോരുത്തരും പ്രവർത്തിക്കാൻ ഓരോന്ന് പറയും. അപ്പോൾ ഇവിടെ കൊതുക് കടിച്ചാൽ ഈ കൈയോട് പറയും അടിച്ചോടാന്ന് പറയും. ഇവിടെ പൊള്ളിയാൽ ഈ മസിലിനോട് പറയും വലിച്ചോളാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ എന്നിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് മെസ്സേജ് ആയേ? ഇലക്ട്രിക്കൽ ആയത്? നമ്മുടെ ചെറിയ വോൾട്ടിന് പിന്നെ ഇലക്ട്രോണിക് എന്ന് പറയും. ഇലക്ട്രോണിക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അതെന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയതുകൊണ്ടുണ്ടാ? എന്താ? വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഓർക്കും ഇലക്ട്രിസിറ്റിയുടെ വേഗത എത്രയാ? ഇടുക്കിയിലൊരു ജനറേറ്റർ ഓണാക്കിയാൽ പവർ ഇവിടെ 2 ദിവസം കഴിഞ്ഞേ എത്തുള്ളൂ. അപ്പം തന്നെ എത്തും. വൈദ്യുതിയുടെ വേഗത പ്രകാശത്തിൻ്റെ വേഗതയുടെ തൊട്ട് താഴെ. ഏറ്റവും വേഗത കൂടിയ പ്രകാശം അതിൻ്റെ തൊട്ട് താഴെ. പ്രകാശത്തിൻ്റെ വേഗത എത്രയാപ്പോൾ? 3 ലക്ഷം km/s. ഒരു സെക്കൻഡിൽ 3 അല്ല 2.98 പോട്ടെ, 3 എടുത്തു. 3 ലക്ഷം കിലോമീറ്റർ 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിലെ പ്രകാശത്തിൻ്റെ വേഗത. അതിൻ്റെ തൊട്ട് താഴെയാണ് വൈദ്യുതിയുടെ വേഗത. അതുകൊണ്ടാണ് വൈദ്യുതി അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇവൻ പെട്ടെന്നാണ് ആക്ഷൻ വരുന്നത്, ഈ മെസ്സേജ് പോകുന്നത്. അപ്പോഴാണ് ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യണു? ഇവിടെ ഇങ്ങനെ തട്ടി നോക്കണു, അല്ലെങ്കിൽ കയറി പിടിക്കുന്നു. വൈദ്യുതി ഉണ്ടെന്ന് വിചാരിച്ചോ? എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും?
ഇവിടുന്ന് തലച്ചോറിലേക്ക് ഇവിടെ പൊള്ളുമല്ലേ, നമ്മൾക്ക് എന്ത് പറ്റും? ഇവിടെ എന്തോ അപകടം സംഭവിക്കും അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഷോക്കായിരിക്കും, അല്ലെങ്കിൽ പൊള്ളലായിരിക്കും. പൊള്ളലാണ് ഏറ്റവും പ്രധാനം, പൊള്ളലായിരിക്കും. ഈ പൊള്ളൽ ഇവിടെ പൊള്ളണമെന്നുള്ള ഒരു മെസ്സേജ് അങ്ങോട്ട് ചെല്ലും, തലച്ചോറിലേക്ക് ചെല്ലും. ആ കൈ അങ്ങോട്ട് വലിച്ചാൽ പോരെ? കൈ അങ്ങോട്ട് വലിച്ചാൽ പോരെ? കൈ പലപ്പോഴും വലിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടുന്ന് ചെല്ലുന്ന മെസ്സേജ് പൊള്ളണമെന്നുള്ളത് മാത്രമല്ല, വേറെന്തോ ഒരു സാധനം കൂടെ കയറി ചെല്ലും. എക്സ്റ്റേണലായിട്ടുള്ള വോൾട്ടേജ് കൂടെ എന്ത് ചെയ്യും? തലച്ചോറിലേക്ക് പോകും. അപ്പം തലച്ചോറ് എന്ത് ചെയ്യും? തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി പോകും. പൊള്ളൽ മാത്രമല്ല, വേറെന്തോ ഒരു ഇലക്ട്രോണിക് തരംഗം കൂടെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തരംഗം കൂടെ തലച്ചോറിലേക്ക് ചെല്ലും. തലച്ചോറിനെ ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്റ്റേണൽ സാധനമാണ്, തലച്ചോറിന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. തലച്ചോറിനപ്പം എന്ത് പറ്റും? എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം തലച്ചോറിന് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റും? ഇവിടുത്തെ വിരലുകൾക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോകും ആശാൻ. മസിൽ ചുരുങ്ങിപ്പോകുന്ന അതൊക്കെ കൊണ്ടാണ്. പിന്നെ കറണ്ടിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഒരു ചുരുക്കം ഉണ്ടാകും, ബോഡി മൊത്തം ചുരുങ്ങും. പക്ഷേ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇതിനെന്താണ് അങ്ങോട്ട് ചെല്ലണമെന്ന് ആർക്കും മനസ്സിലാവില്ല. ഈ തലച്ചോറിന് മനസ്സിലാവില്ല. അപ്പം തലച്ചോറിന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ സംഭവിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും? തലച്ചോറിന് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല നമ്മളെ, അല്ലേ? ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും, നമ്മളെ തലച്ചോറിന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പം തലച്ചോറിന് എന്തേ ഒരു മാർഗമുള്ളൂ? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. തലച്ചോറിൻ്റെ ചിന്ത ഏതാണ്? എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ആരുടെയെങ്കിലും ശ്രദ്ധ വേണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഒച്ച ഉണ്ടാക്കില്ല നമ്മൾ, അല്ലേ? നമുക്കൊരു ഷോക്ക് അടിച്ചാൽ അപ്പോൾ സൗണ്ട് ഉണ്ടാക്കും നമ്മൾ, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക, എങ്ങനെ രക്ഷപ്പെടുക. അപ്പോൾ ഈ പറയുന്ന തട്ടിനോക്കൽ ഒരിക്കലും എന്തല്ല, കാര്യം എന്താണ് മനസ്സിലായില്ലേ? നമ്മൾ അതായത് ഓരോ കാര്യവും എന്തിനു വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് എല്ലാം മനസ്സിലാക്കാത്തത്തോളം കാലം നമുക്ക് എന്ത് പറ്റും? അത് ഓരോന്നും ആ വോൾട്ടും കറണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ. അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്തിനാണുള്ളത്? അത് വേറൊരു കാര്യമാണ്. എന്താണ്? ഈ വോൾട്ടേജ് 230 വോൾട്ടേജ് ഒരിടത്തുണ്ടെങ്കിൽ നമ്മളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ താഴെ 230 വോൾട്ടാണെങ്കിൽ നമ്മളിലൂടെ വരികയില്ല. കാരണം ഒരിടത്തുനിന്ന് വോൾട്ടേജ് കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കേ പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കും, 2 ഫേസ് തമ്മിൽ അടിച്ചാലോ? 2 230 അല്ലേ? പിന്നെ ഇതിന് അവിടെ പൊട്ടും ചീറ്റിലും ഉണ്ടാവണേ. അതെന്താ? ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു 230 വോൾട്ടിൽ നിന്ന് വേറൊരു 230 വോൾട്ടിലേക്ക് എന്ത് പറയുകയില്ല, വൈദ്യുതി പ്രവഹിക്കുകയില്ല. അതുകൊണ്ട് പ്രശ്നമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ 2 ഫേസ് തമ്മിൽ അടിക്കുമ്പോൾ കുഴപ്പമെന്താ? 2 ഫേസ് തമ്മിൽ അടിക്കുമ്പോൾ കുഴപ്പമെന്താ? പൊട്ടലും ചില്ലും ഉണ്ടാവില്ലേ? എന്താ കാര്യം? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അല്ലേ? അതെന്താണ്? AC ആണ്. അതിങ്ങനെ അങ്ങനെ അങ്ങോട്ട് എഴുതുമ്പോൾ ഇതിനകത്തൊരു ഫേസ് ഡിഫറൻസ് എന്നൊരു സാധനമുണ്ട്. ഇത് രണ്ടും 230. ചിലപ്പോൾ ഇവിടെ പോസിറ്റീവ് 230 ആകുമ്പം അവിടെ നെഗറ്റീവ് 230 ആയിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ വ്യത്യാസം. അതൊക്കെ ടെക്നിക്കലാണ്, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഫേസിന് ന്യൂട്രൽ അല്ല, ഫേസ് ടു ഫേസ് അടിച്ചാൽ എന്തോ കുഴപ്പം സംഭവിക്കും. പക്ഷേ വേറൊരു ട്രാൻസ്ഫോർമറിൻ്റെ ഇപ്പോൾ RYB വന്നു, വേറൊരു ട്രാൻസ്ഫോർമറിൻ്റെ RYB വന്നാൽ ചിലപ്പോൾ അത് പാരലായി കിടന്നിരിക്കും. അത് വേറെ കാര്യം. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഈ വോൾട്ടേജ് ട്രാൻസ്ഫോർമറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വോൾട്ടേജ് എന്താണ്? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? എന്ത് വരരുത്? നമ്മളിലൂടെ കടന്നു വരരുത്. അതിന് വേണ്ട വഴികളാണ്
നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ റെസിസ്റ്റൻസ് കൂട്ടുക. ഹെൽമെറ്റ്, സേഫ്റ്റി ഷൂ, ഗ്ലൗസ്. LT ഗ്ലൗസ് ഉപയോഗിക്കുന്നവരാരും ഉണ്ടോ? ഒരാൾ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഓഫീസിൽ ജീവനക്കാർ ഉപയോഗിക്കില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാൻ എപ്പോഴും പറയും, ഡി ഓഫീസ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോർഡ് പ്രസിദ്ധീകരിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൽ 1-2 കണ്ടീഷനൊക്കെ പൊയ്ക്കോട്ടെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓഫീസിൽ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡി ഓഫീസ് കിട്ടുമ്പോൾ 3 ലിമ്പുകൾ, അതായത് 3 ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ ആ 3 ലിമ്പുകളും നിങ്ങൾ ഒരുമിച്ച് കൂട്ടി എർത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡി ഓഫീസ് എവിടെ പോയോ അതേ മാത്രമേ തൂക്കുള്ളൂ. അങ്ങനല്ലേ ചെയ്യണേ? അങ്ങനല്ലേ? 3 തൊട്ട് നോക്കിയിട്ട് നടുക്കത്തെ ഡി ഓഫീസാണ് പോയെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് തൂക്കും. അങ്ങനല്ലേ ചെയ്യണം? എല്ലാവരും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. 3ലും നിങ്ങളില്ലേ ഷോർട്ടിംഗ് ക്ലിപ്പ് ഇല്ലേ, അതൊന്ന് 3ലൊന്ന് കൊളുത്തിയിട്ട് കൂടെ. എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടം വരുന്നത്? ആ 3 താഴെയും ഒരു കമ്പി എന്തായാലും നമ്മൾ വർക്കിന് പോകുമ്പോൾ 1 മീറ്റർ കമ്പികൾ നമ്മളുണ്ടാവില്ലേ, അല്ലെങ്കിൽ വയറുണ്ടാവില്ലേ? അപ്പം നമ്മൾ എന്ത് വേണം? ഷോർട്ടിംഗ് ക്ലിപ്പ് ഡി ഓഫീസ് കിട്ടുമ്പോൾ നമ്മൾ 3 ഫേസും എർത്ത് ചെയ്യണം. അതിനാ 3 ഫേസും എർത്ത് ചെയ്യണേ? ആ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു സന്തോഷമായല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോളുമല്ലോ. പോട്ടെ. അപ്പോൾ ഈ ഒരു ഡി ഓഫീസ് പോയാൽ എന്താണ് LT കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ്. ഒരു ഡി ഓഫീസ് പോയാൽ LTയിലെ കണ്ടീഷൻ എന്ത്? ഒരു ഫേസിൽ നല്ല വോൾട്ടേജ് ഉണ്ടാകും, ബാക്കി 2 ഫേസിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. 2 ഡി ഓഫീസ് പോയാലോ? അതായത് നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണേ. ആവില്ല, എന്നാലും ഫേസിന് ന്യൂട്രൽ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലേ? ഉണ്ടോ ഇല്ലേ? അതായത് നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കിയാൽ എന്തോ അവിടെ ഉണ്ടാവില്ലേ? ആരൊക്കെ നോക്കിയിട്ടുണ്ട്? ഉണ്ടാവുമോ? അതായത് 2 ഡി ഓഫീസ് പോയാൽ അവിടെ എവിടെയെങ്കിലും LT സൈഡിൽ വോൾട്ടേജ് ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടാകോ ഇല്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ചോദിക്കണേ, ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സെൻസിറ്റീവായ ടെസ്റ്റർ ഉണ്ടല്ലോ, ആ 10 വോൾട്ട് പോലും കാണിക്കണവന്മാരുണ്ട് അല്ലേ? അങ്ങനെ ഡിജിറ്റൽ ടെസ്റ്റർ ഉണ്ട്. ആ ഡിജിറ്റൽ ടെസ്റ്റർ വെച്ചാൽ എത്ര വോൾട്ട് കാണിക്കും? ഏതെങ്കിലും ഫേസിൽ. എല്ലാത്തിലും എത്ര കാണിക്കും? ആരൊക്കെ നോക്കിയിട്ടുണ്ട്? എന്നാൽ ട്രാൻസ്ഫോർമർ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ എർത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1 ആംപിയർ പോലും കാണിക്കില്ല, അല്ല 1 വോൾട്ട് പോലും കാണിക്കില്ല. കാണിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ടെക്നിക്കൽ. മനസ്സിലായോ? അപ്പോൾ അതായത് നമുക്ക് LTയിൽ പിടിക്കാം. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാനിത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ലൈൻമാൻമാരൊക്കെ ഈ 2 ഡി ഓഫീസ് പോയാൽ ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ സാറെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ പിടിച്ചു കാണിക്കാം. ഞാൻ LT ബുഷിൽ പിടിച്ചിട്ടുണ്ട്. 2 ഡി ഓഫീസ് പോയിക്കുമ്പോൾ പിടിച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. HTയിലെ ബുഷിൽ എന്തുണ്ടാവും?
2 ഡി ഓഫീസ് പോയി കിടക്കുന്നു, ഒരു ഡി ഓഫീസ് ഇങ്ങനെ വന്നിരുന്നു, രണ്ടാമത്തെ പോയി കിടക്കുന്നു, മൂന്നാമത്തെ പോയി കിടക്കുന്നു. അപ്പോൾ താഴെയുള്ള 3 HT ബുഷുകളിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഡി ഓഫീസ് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ലിംബിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള HT ബുഷിലെ അവസ്ഥ എന്താണ്? 2 ഡി ഓഫിയും പോയി കിടക്കുക. ആർക്കും എന്തും പറയാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? നോക്കിയാൽ പിന്നെ നോക്കേണ്ടി വരികയില്ല. മനസ്സിലായോ? നോക്കിയാൽ. പക്ഷെ LT നമുക്ക് തൊട്ട് നോക്കാം. പക്ഷെ HTയിൽ ഡി ഓഫീസർ ഇറങ്ങുന്നതിന് താഴെയുള്ള ആ ബുഷിൽ എന്തുണ്ടാവും? എത്ര ഉണ്ടാവും? ശകലം 6.6 kV ഉണ്ടാവും. എത്ര ഉണ്ടാവും? 6.6 kV. നമുക്കതൊന്നും വലിയ കാര്യമൊന്നുമില്ല. 6.6 പിന്നെ 11 kV കാര്യമല്ലല്ലോ. നമുക്ക് എന്ത് മതി എന്നറിയാൻ? 30 മില്ലി മതി അല്ലേ? 50 മില്ലി ആംപിയർ മതി, 30 മില്ലി ആംപിയർ മതി. നമുക്ക് 230 വോൾട്ട് മതി, അല്ല 30 വോൾട്ട് മതി. അപ്പോഴാണ് 6.6 kV ഉണ്ടാകും അവിടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണേ? അതുകൊണ്ടാ ഈ ട്രാൻസ്ഫോർമറിന്റെ HT ബുഷുകളെല്ലാം തമ്മിൽ എന്താ? അകത്ത് കണക്റ്റഡാ. LT ബുഷിന്റെ ആ 4 ബുഷുകളും തമ്മിൽ അകത്ത് കണക്റ്റഡാ. HT വൈൻഡിങ്ങും LT വൈൻഡിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇലക്ട്രിക്കലി സെപ്പറേറ്റഡാ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതായത് 2 ഫേസ് എങ്കിലും വന്നാൽ മാത്രമേ, മനസ്സിലാണ്ടോ? 11 kVയിൽ 2 ഫേസ് എങ്കിലും വന്നാൽ മാത്രമേ എന്തുണ്ടാകൂ? ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ഫേസേ വന്നുള്ളെങ്കിൽ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായി 3 LT സൈഡിൽ 3 സ്ഥലത്ത് വോൾട്ടേജ് ഇല്ലെങ്കിൽ നിങ്ങൾ HTയിൽ വോൾട്ടേജ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ചോദ്യം എൻ്റേതാണ്. നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഫോൾട്ടൊക്കെ നോക്കി പോവുകയാണ്. നോക്കിയപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമർ മുകളിലും ഇല്ല, ഒരു ഫേസിലും വോൾട്ടേജ് ഇല്ല. അപ്പോൾ നമ്മൾ HTയിൽ വൈദ്യുതി ഇല്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്താൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനത്തിൻ്റെ റിവേഴ്സാണ്. അപ്പോൾ LTയിൽ സപ്ലൈ ഇല്ല എന്ന് ഓർത്തിട്ട് HTയിൽ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? HT നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ചേർത്തിയിട്ടേ ചെയ്യാവൂ. HTയിലേക്ക് പിടിച്ചാൽ എവിടെയെങ്കിലും ദൂരെ ചിലപ്പോൾ 2 ബ്രിഡ്ജിങ് പോയി കിടക്കായിരിക്കും. ഈ ഡി ഓഫീസാണ് നമുക്ക് കാണാം, ഇവിടെ 2 പോയി കിടക്കുന്നുണ്ട്. ദൂരെ എവിടെയെങ്കിലും 2 ബ്രിഡ്ജിങ് പോയിരിക്കുമായിരിക്കും. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? നമ്മൾ എന്ന് നോക്കുന്നു, LT സപ്ലൈ, LT സപ്ലൈ ഇല്ല, HT കയറിക്കോ, ജമ്പർ കൊടുക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ്ട. ഒരിക്കലും എന്താണ്? LTയിൽ സപ്ലൈ ഇല്ല എന്ന് ഓർത്തിട്ട് അതിൻ്റെ ആ ട്രാൻസ്ഫോർമറിൻ്റെ മുകളിൽ തന്നെ വരുന്ന HTയിൽ സപ്ലൈ ഇല്ലെന്ന് വിചാരിക്കേണ്ട. പലർക്കും ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണയാണ്, ഒരു കാരണവശാലും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ HTയിൽ ബുഷിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു ലിംബിൽ നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മൾ ഡി ഓഫീസ് കെട്ടുമ്പോൾ താഴെ ആര് വന്ന് ഇപ്പോൾ ഉണ്ടാവാം? എന്തുണ്ടാവാം?
താഴെ ഇതിനകത്തൂടെ എന്ത് വരും? വോൾട്ടേജ് വരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലിമ്പിൽ ഡി ഓഫീസ് കിട്ടുമ്പോൾ ഒരു ലിമ്പിൽ മാത്രം ഇട്ടുള്ള ഒരു പരിപാടി വേണ്ട. പക്ഷെ എൻ്റെ ജീവനക്കാരും അതേ ചെയ്യത്തുള്ളൂ. കാരണം നമ്മളെക്കാൾ പറയുമ്പോൾ അതനുസരിച്ചാൽ കുഴപ്പമാണെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യൂ. അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ചെയ്യുന്ന ചില കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണ് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ? നമുക്കൊരു ബാഗ് തന്നിട്ടില്ലേ? അതിനകത്ത് ഷോർട്ടിംഗ് ക്ലിപ്പ് ഉണ്ടാവും, അല്ലാതെ ഒരു എർത്തിൻ്റെ ഒരു സ്പൈക്ക്, ചെറിയൊരു ഡിസ്ചാർജ്, ചെറിയൊരെണ്ണം ഇല്ലേ? നിങ്ങളുടെ ജീവനാണോ ഇത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണോ വലുതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്ര പറയാനുള്ളൂ എനിക്ക്? ഇത് നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതേ വിഷയത്തിൽ മുൻ സേഫ്റ്റി കമ്മീഷണർ സുഗു സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം സാറ് ഒരു ദിവസം എറണാകുളം സെൻട്രൽ സെക്ഷനിൽ വന്നപ്പോൾ, അവിടെ സബ് ഡിവിഷനിൽ വന്നപ്പോൾ സാർ ഒരു കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ സാറിന് ഒരു ന്യൂ ഇയറിന് വന്നപ്പോൾ സാറ് വന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പല ആൾക്കാരും പലതും സംസാരിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഞങ്ങളുടെ ജീവനക്കാർക്കൊരു പ്രശ്നമുണ്ട്. ഈ സേഫ്റ്റി ബാഗിൽ 10-14 ഐറ്റമൊക്കെ വന്നിട്ട് ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് ഇത് കൊണ്ടു നടക്കാൻ. അപ്പോൾ അത് ഇതിൻ്റെ ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അവതരിപ്പിച്ചു. അപ്പോൾ സാറ് ഈ മുമ്പിൽ കേക്ക് വിരിക്കുക, ഈ കേക്കിൻ്റെ വെയിറ്റ് കുറയ്ക്കണം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ കേക്കിൻ്റെ വെയിറ്റ് കുറയ്ക്കണം, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? കേക്കിൽ വെള്ളം ചേർക്കേണ്ടി വരും. അതുപോലെ ബാഗിൽ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ചേർക്കേണ്ടി വരും. മനസ്സിലായില്ലേ? വെള്ളം ചേർക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളതിനകത്ത് തരാത്ത നോൺ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇത് കൊണ്ടുപോവുക, അത് ഉപയോഗിക്കുക, അതല്ലാതെ ഒരു മാർഗ്ഗം അതിനകത്തില്ല. നിങ്ങൾക്ക് ഈ എർത്ത് റോഡെന്ന് 12 ഷോർട്ടിംഗ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാവൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ സംവാദത്തിലൊക്കെ ഇഷ്ടംപോലെ ഏർപ്പെടാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞ LT ഗ്ലൗസ് ഇട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാറുണ്ടോ? ബുദ്ധിമുട്ടാണെന്ന് പറയും. ചെയ്ത് നോക്കിയാലേ ബുദ്ധിമുട്ടാണോ അല്ലെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ചെരുപ്പിടാതെ നടന്നൊരാളാണ്. നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കും, എൻ്റെ പ്രായമുള്ളവരൊക്കെ പലപ്പോഴും അങ്ങനെ ആയിരിക്കും. 10ാം ക്ലാസ് വരെ ചെരുപ്പിട്ടിട്ടില്ല. ആദ്യം ചെരുപ്പിടുമ്പോൾ നമുക്കൊരു പ്രയാസം വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഒരു പ്രയാസം. ഇപ്പം ചെരുപ്പിടാതെ നടക്കാൻ പറ്റുമോ? അതുപോലെ എറണാകുളത്ത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? വേറെ പലയിടത്തും ഓടിക്കുക, അതുകൊണ്ട് ഞാൻ എറണാകുളം എന്ന് പറഞ്ഞത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുഴപ്പമില്ല, എറണാകുളത്ത് പറ്റുകയില്ല. അപ്പോൾ ആദ്യം ഹെൽമെറ്റ് വെച്ചപ്പോൾ എന്തായിരുന്നു? നമുക്ക് ആകെ അസ്വസ്ഥത, മുടി കൊഴിയും, തല നീരിറങ്ങും, ഇവിടെ വേദന വരും, അവിടെ വേദന. ഇപ്പോൾ ആർക്കെങ്കിലും വേദന ഉണ്ടോ? വേദന ഉണ്ടോ ഹെൽമെറ്റ് വെച്ചാൽ ആർക്കെങ്കിലും? മുടി കൊഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലെന്നേ. ഇത് നമ്മൾ ചെയ്താൽ മതി. ഇപ്പം എത്രയും സാധനമായിട്ട് LT ഗ്ലൗസൊക്കെ തന്നിട്ട് നമ്മളിത് ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളെക്കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ആദ്യം ഷൂ ഇട്ടുകൊണ്ട് പോസ്റ്റേ കയറാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പം ഷൂ ഇടാതെ കയറാൻ പറ്റില്ല. എൻ്റെ പല ലൈമാന്മാർ പറഞ്ഞ സാറിപ്പോൾ ഷൂ ഇടാതെ നമുക്ക് കയറാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ആയിട്ടില്ല. പണ്ടുണ്ടായിരുന്നു സാറേ, പണ്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കാനുള്ള സമയം. അല്ല, അന്ന് വേറൊരു കാര്യമുണ്ട്. അന്ന് നമ്മളിപ്പോൾ ഒരു ലൈൻമാൻ ഒരു ഫീസ് ഊരിയാൽ അത് ഊരിയത് തന്നെയാണ്.
കാരണം എവിടെയെങ്കിലും വല്ല വീടുകൾ അല്ല കടകളിലോ എവിടെയെങ്കിലും ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ അത് ലൈൻമാൻ അറിയാമായിരുന്നു. കാരണം അത്രയേ ഉള്ളൂ. ഇപ്പം അതല്ല, എല്ലാ വീടുകളിലും ജനറേറ്റർ, എല്ലാ വീടുകളിലും ഇൻവെർട്ടർ, എല്ലാ വീടുകളിലും സോളാർ പ്ലാന്റ്. ഇതെല്ലാം സോളാർ പ്ലാന്റൊക്കെ ഒരു ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അത് ആ ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ചെറിയൊരു തകരാറ് വന്നാൽ ഇതൊക്കെ തിരിച്ചു കയറും. ഈ സോളാർ എന്താ, 3 ഫേസിലൊരു സോളാർ വെച്ചു, നമ്മൾ ഒരു ഫേസ് ഓഫ് ചെയ്താൽ അവൻ സോളാർ പ്രൊഡക്ഷൻ നിന്നു പോകും. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. എങ്ങനെ നിൽക്കണേ? ചെറിയൊരു റിലേയിൽ പ്രവർത്തിച്ചിട്ടാണ്. ആ റിലേക്ക് ഒരു പരാതി കംപ്ലൈൻറ്റ് വന്നാലോ, ഒന്ന് കത്തി തമ്മിൽ ഷോർട്ടായി പിടിച്ചാലോ, ഈ പറഞ്ഞ് പോയില്ലേ? തിരിച്ചു കയറാൻ പാടില്ലേ? സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്തേ ഉള്ളൂ, എർത്തിങ് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുത്തൂ. ഇനി മുതൽ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ പോസ്റ്റേ കയറി ഒരു കമ്പിയെ പിടിക്കണമെങ്കിൽ അത് എർത്ത് ചെയ്തിട്ടുണ്ടാകും എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തുക. ഇൻ്റർലിങ്ക് മാറിപ്പോവുകയോ ഊരുന്ന മാറിപ്പോവുകയോ എന്തും ചെയ്തോട്ടെ, പക്ഷേ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇൻ്റർലിങ്ക് നിൽക്കിയാല. ഇനി വലിയ ജനറേറ്ററാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വലിയ സോളാറാണെന്ന് വിചാരിച്ചോ, അതടിച്ചു പോവുമോ? അടിച്ചു പോവുമോ? വലിയ കപ്പാസിറ്റിയുള്ള ജനറേറ്ററാണ് വെച്ചിരിക്കണേ ലൈനിൽ, അടിച്ചു പോകുമോ? അത് പോകുമോ? കഴിഞ്ഞ ദിവസേ ഞാൻ ജോലി ചെയ്യണ സെക്ഷനിൽ ഒരു ഓന്ത് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി. ആ ഓന്ത് ക്രോസാമയിലും ഇതെല്ലാം കൂടെ പിടിച്ചു. സബ്സ്റ്റേഷനിലെ 3 ട്രാൻസ്ഫോമർ ട്രിപ്പായി പോയി. മനസ്സിലായോ? സബ്സ്റ്റേഷനിലെ 3 ട്രാൻസ്ഫോമർ ട്രിപ്പായി പോയി. കാരണം ഇത് എവിടെയെങ്കിലും ഒരു ഷോർട്ടിങ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ക്ലിയറായേ പറ്റൂ. അപ്പോൾ സാധാരണ സബ്സ്റ്റേഷനിൽ ഒരു സെറ്റിംഗ് വയ്ക്കുമ്പോൾ ഫീഡറിൻ്റെ ട്രിപ്പിംഗ് ടൈമിന് ശേഷമായിരിക്കും ഇൻകമറിൻ്റെ ട്രിപ്പിംഗ് സൈഡ് സമയം കൊടുക്കുക. ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു മൈന്യൂട്ട് സെക്കൻഡിൻ്റെ വ്യത്യാസം കൊടുത്തിട്ടുണ്ടാവും. അതായത് ഈ ഫോൾട്ട് കറണ്ട് ഉണ്ടായാൽ ഫീഡർ 1 മില്ലി സെക്കൻഡിൽ ട്രിപ്പായാൽ അതിൻ്റെ ഇൻകമർ 2 മില്ലി സെക്കൻഡ് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ അവൻ അപ്പുറത്ത് കയറി പിടിക്കും, ഏതെങ്കിലും പോകും. അപ്പം 3 ട്രാൻസ്ഫോർമർ കപ്പിൾ ചെയ്തിട്ട് 3 ട്രാൻസ്ഫോർമർ ട്രിപ്പായി പോയി. ഒരു ഓന്ത. മനസ്സിലായ കാര്യം? അപ്പം നമ്മൾ എർത്ത് ചെയ്താൽ എന്താണ്, എവിടെയെങ്കിലും ക്ലിയർ ആവും. അത് ഈ വോൾട്ടേജ് എവിടെയെങ്കിലും ക്ലിയർ ആവും. യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി പോയാൽ മതി അല്ലേ? TOD ഇപ്പോഴത്തെ സമയത്ത് നഷ്ടമാണ്. കാരണം പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ശ്രീലേഖയുടെ കേസിൽ തന്നെ അവരുടെ പീക്ക് സമയത്ത് 247 ഉള്ളൂ, പക്ഷേ ഓഫ് പീക്ക് സമയത്ത് 636. ഏകദേശം ഒരു 2.5 ഇരട്ടിയാവും. അപ്പോൾ അത് നമ്മൾ 10% കുറച്ചാണ് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ TOD അങ്ങ് മാറ്റി വെച്ചാൽ പോരെ, സമയം മാറ്റിയാൽ പോരെ? റെഗുലേറ്ററി കമ്മീഷനോട് ചോദിച്ചിട്ട് സമയം മാറ്റിക്കൂടെ? ചോദ്യം അതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജീവനക്കാരനോട് കൺസ്യൂമർ ചോദിക്കണത് എന്നാൽ നിങ്ങൾക്ക് സമയം കൊണ്ട് മാറ്റിയോന്നേ. അതായത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 1 മണി വരെ നിങ്ങൾ പീക്കിൻ്റെ സമയം എടുത്തുകൂടെ നമുക്ക്? പറ്റുമോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള 1 കോടി എത്ര ലക്ഷം കൺസ്യൂമേഴ്സാ? അത് പോട്ടെ, എത്രയായാലും 1 കോടി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം. 1,36,00,000 മീറ്ററുകൾ മാറണം. എപ്പോഴേ എന്ത് പറ്റാൻ പറ്റുള്ളൂ? TOD മാറ്റാൻ പറ്റുള്ളൂ, ടൈം മാറ്റാൻ പറ്റൂ. കാരണം 3 ടൈമേ അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ
വൈകുന്നേരം 6 തൊട്ട് രാത്രി 10 വരെ, രാത്രി 10 തൊട്ട് രാവിലെ 6 വരെ. ഈ 3 ടൈം അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഏത്? ഈ 1,36,00,000 കൺസ്യൂമേഴ്സിൻ്റെയും. അപ്പം നമ്മൾ TOയുടെ സമയം മാറ്റണമെങ്കിൽ എന്ത് വേണം? 1,36,00,000 മീറ്ററുകൾ മാറ്റണം. വളരെ നിസ്സാരം, സിമ്പിളായിട്ട് കാണുന്നത്. അല്ല, സോളാർ മാത്രമല്ല സാറേ, എല്ലാത്തിലും ഉണ്ട് ഇത് TOD. സോളാറുകാരുടെ മാറ്റിയാൽ അതും. പക്ഷെ അവരോട് മീറ്റർ ആ മീറ്റർ സെറ്റിങ്സിൽ ആരും ഇടക്കുന്നില്ല സാറേ. സമയമുണ്ട്, ആ സെറ്റിങ്സ് മാറ്റേണ്ടി വരും. അതിൻ്റെ അതിൽ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 hour സ്ലോട്ടിലായിരിക്കും ടൈം റെക്കോർഡ് ചെയ്യുക. പക്ഷേ ആ സ്ലോട്ട് T1, T2, T3 ഇട്ടിരിക്കുകയാണ്. പിന്നെ T4, T5, T6, 7 ഒക്കെ ഉണ്ടാവും. അതിൻ്റെ സെറ്റിങ്സ് മാറ്റിയെടുക്കണം. അത്രയും മാറ്റേണ്ടി വരും. പിന്നെ എന്താ ഡി ഓഫീസ്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പറഞ്ഞു ഞാൻ കേൾക്കണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനേ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് രാത്രി 2 മണിക്ക് ശേഷം ഉറങ്ങണേ. ഈ പറഞ്ഞ ചൂട് കാലമേത്ത് 2 മണിക്ക് ശേഷം ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ വിളിയായിരിക്കും. അവസാനം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പർ എൻ്റെ സബ് എഞ്ചിനീയർക്കും കൊടുത്തു, ഓഫീസിലും കൊടുത്തിട്ട് പറഞ്ഞു, അത്യാവശ്യമാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് വിളിച്ചോ, ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഞാൻ സഹികെട്ടിട്ടാണ്. രാവിലെ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റല്ലേ ഓഫീസിലെത്താൻ പറ്റുമോ? അത്രയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ജോലിയുടെ ഒരു ഭാഗമാണ്. അതിനുള്ള സംവിധാനങ്ങളെ ഇലക്ട്രിസിറ്റി ബോർഡിന് നിലവിലുള്ളൂ. അതിലധികം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജീവനക്കാരുടെ എണ്ണം കൂട്ടുക തന്നെ വേണം. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ്. നമ്മളുടെ ഇനി കയറുന്ന തലമുറ നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കും. ഈ ക്ലാസ്സുകളൊക്കെ അതിനാണ് നടത്തണേ എന്ന് ഞാൻ മനസ്സിലാക്കണേ. പല ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ 2 വിധം ഉണ്ടാവും. എന്താണ് ചോദ്യം? ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കും. ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കും. രണ്ടാമതോ അറിയാവോ എന്നറിയാൻ വേണ്ടി ചോദിക്കും. അപ്പം ഞാൻ പറയണം, എടാ എനിക്ക് അറിയാടാന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഡി ഓഫീസിൽ 2 പോയാൽ LT ബുഷിൽ സപ്ലൈ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാടാന്ന് പറയണം. അപ്പം ഈ ചോദ്യങ്ങളെ നേരിടാനാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. എല്ലാ വിഷയവും പഠിക്കണം. അല്ല ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ സ്ട്രഗിളില്ല. 8 വർഷമായിട്ട് നമ്മൾ പ്രതിപക്ഷ സംഘടനയാണ്. പല ആരോപണങ്ങളും. 8 വർഷം മുമ്പ് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നാണ് അവർ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേ. ശരിയാണോ അത്? ഇനി അത് പോട്ടെ, ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്നും പീക്ക് ടൈം രാത്രി 9 തൊട്ട് 1 മണി വരെ. അതുകൊണ്ട് കാരണം ടൗണുകളിൽ ഞാൻ നട്ടുവയ്ക്കാണ് പീക്ക്. ടൗണുകളിൽ ഇപ്പോൾ എൻ്റെ ഒരു ട്രാൻസ്ഫോർമർ കത്തിപ്പോയി 160-ൻ്റെ. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ വർഷം പകൽ സമയത്താണ് കത്തിപ്പോയത്. ഒറ്റടി അടിച്ചു. ഞാൻ ഒരു 160 തന്നെ കൊണ്ട് മാറി വെച്ചിട്ട് അവിടെ നിന്ന് അനങ്ങയില്ല. ഞാൻ സഭയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. ഒരു കാലം മാറുമെന്ന് പറഞ്ഞു. അത് കയറുക അങ്ങോട്ട് പകൽ സമയത്ത്. ചില സ്ഥലം, അതായത് ടൗണുകളിൽ പകൽ സമയത്താണ് പീക്ക്. അപ്പോൾ നമ്മൾ ആ പകൽ സമയത്ത് നോക്കണം. ചിലയിടത്ത് രാത്രിയാണ് പീക്ക്, രാത്രി നോക്കണം. നമ്മൾ നോക്കിയാലേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവൂ. ഞാൻ പറഞ്ഞേ, എൻ്റെ ഓഫീസ് 207 ട്രാൻസ്ഫോർമറുണ്ട്. എൻ്റെ ലോഡിൽ 2 ട്രാൻസ്ഫോർമറേ പോയുള്ളൂ. 6 ട്രാൻസ്ഫോർമർ മൊത്തം പോയി, 2 ലോഡിൽ പോയുള്ളൂ. ബാക്കി 1 പോയത് ഒരാൾ ഫസ്റ്റ് സ്പാനിൽ ഒരു മരം വെട്ടിയിട്ട് തകഞ്ഞു പോയി. അതിൻ്റെ നഷ്ടപരിഹാരം അയാളുടെ ഈടാക്കി. ബാക്കി 2-3 ഈ
കാലപ്പഴക്കം കൊണ്ട് രണ്ടെണ്ണം പോയത്. ഒരെണ്ണം അതിൻ്റെ LT ഷോർട്ടായി പോയതാണ്. എനിക്കറിയാം കാരണം, എല്ലാ ട്രാൻസ്ഫോമർ പോകുന്നതിൻ്റെ കാരണം എനിക്കറിയാം. അല്ല, LT ഷോർട്ടായി. LT ഈ കേബിള് പുകഞ്ഞിട്ട് പോയി ക്രോസാമേ മുട്ടി. എനിക്കറിയാം എൻ്റെ ട്രാൻസ്ഫോർമർ പോകുന്നതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 6 ട്രാൻസ്ഫോമർ പോയി, 6ൻ്റെ കാരണം എനിക്കറിയാം. 2 ലോഡിൽ പോയുള്ളൂ. ബാക്കി നമ്മൾ പീക്ക് ലോഡ് എടുത്തുകൊണ്ട് ബാലൻസ് ചെയ്ത് നിർത്തിയതാണ്. അതിന് മാത്രം ഇപ്പോൾ എൻ്റെ മറ്റേ PTW പരിശോധിച്ചൊരു ദിവസം AXC പരിശോധിച്ച് നോക്കിയിട്ട് എല്ലാ ദിവസവും ബാലൻസിങ്. അങ്ങനെ ബാലൻസ് ചെയ്താലേ നിൽക്കത്തുള്ളൂ. നിർത്താൻ പറ്റും. കുറേ അധികം നമ്മൾ പണി ചെയ്യേണ്ടി വരും. അതിനുള്ള സ്റ്റാഫില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതങ്ങനെ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഒന്നും ചോദിക്കാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും അല്ല, ഞാൻ പറഞ്ഞില്ല, സംവാദത്തിന് നമ്മൾ നിന്നാൽ പലപ്പോഴും പ്രശ്നമുണ്ട്. ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. നീളമൊന്നും അത്ര പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അത് പോരാ ശരിക്കും. കാരണം ഒരു എർത്തിങ് സംവിധാനത്തിൽ നമ്മുടെ എർത്ത് റോഡിൻ്റെ നീളം എത്രയാണ്? എർത്ത് റോഡിൻ്റെ നീളം എത്രയാണ്? എർത്ത് റോഡ്, എർത്ത് പൈപ്പില്ലേ, എർത്ത് പൈപ്പിൻ്റെ നീളം എത്രയാണ്? 2.5 മീറ്റർ. എന്തിനാ 2.5 മീറ്റർ? ഇത്രയും പോരെ? അതത്രയും ഭൂമിയിലേക്ക് ഇറങ്ങിയാലേ എഫക്റ്റീവ് എർത്തിങ് ആവൂ. അത് ഞാൻ ചോദിക്കില്ല. അത് ഞാൻ ചോദിക്കില്ല. അതെനിക്കറിയാം, എനിക്ക് മനസ്സിലായി. സുനിൽ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതെന്താണ് സംഭവം. അത് ഓക്കെ. അങ്ങനെ ചെയ്താലേ എന്താകൂ? എഫക്റ്റീവ് എർത്തിങ് ആവൂ. അത് മാത്രമല്ല, അതൊരു എർത്ത് പിറ്റ് അടിക്കണം. ആ പിറ്റിൽ എന്ത് വേണം? നമ്മൾ കരിയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്ത് അടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? എഫക്റ്റീവ് എർത്തിങ് ആവൂ. അത് നമുക്ക് പ്രായോഗികമായിട്ട് നടക്കുവാൻ പറ്റുമോ? അടിക്കുകയല്ല, എർത്ത് പിറ്റ് സ്ഥാപിക്കണം. അതായത് നമ്മൾ ഇത്രയും 2.5 മീറ്ററെങ്കിൽ 2.5 മീറ്റർ കുഴിച്ചിട്ട് എർത്തിനോട് ആരെയും തൊടാതെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് മണ്ണും കരിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നിറച്ച് അതിനൊരു ശരിക്കും പറ്റുമെങ്കിൽ ഒരു ചേമ്പറും കൂടെ മുകളിൽ കെട്ടി ഒക്കെയാണ് എടുക്കേണ്ടത്. ഞാൻ ചെയ്യാറില്ല, എനിക്കും ചെയ്യാറില്ല, വേറെ ആരും ചെയ്യാറില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, സംവാദത്തിനൊന്നും ഞാനില്ല അക്കാര്യത്തിൽ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന എർത്തിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ 5 സ്പാനിലും എന്ത് വേണം? ന്യൂട്രൽ എർത്ത് ചെയ്യണം. എന്തിനാ അത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാ. അതാണ് നമ്മളാരും ചെയ്യാറില്ല. അതൊരു വിഷയമാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പറയുമ്പോൾ നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോകും. എന്നോട് അത്യാവശ്യം ഞാൻ ഈ കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോ കമൻസ്. അത് ചിലയിടത്തും പലയിടത്തും പല പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ തുടരുന്ന രീതി ആവണമെന്നില്ല. കറക്റ്റ് ഒരു പ്രൊസീജിയർ ഇപ്പോൾ ആർക്കും ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്? ഒരു സെക്ഷൻ ഇപ്പോൾ 776 സെക്ഷൻ ഓഫീസുണ്ട്. ഒരു ചോദ്യം ചെന്നിട്ട് 776 സെക്ഷൻ ഓഫീസ് ചോദിച്ചാൽ 776 ഉത്തരേ കിട്ടുള്ളൂ. എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരാൾ പറയാണ്, സാറേ ഞാനിങ്ങനെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, അല്ലെങ്കിൽ കരംതീർത്ത് മറ്റേ ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ രസീതിൻ്റെ കോപ്പിയും എനിക്കൊരു ID കാർഡേ ഉള്ളൂ, സാറ് കണക്ഷൻ തരുന്നത് ഞാൻ കൊടുക്കും. ഇല്ല, ഇനി ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് വീട്ടിലെ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ, എൻ്റെ ആധാർ കാർഡ് ആണ് ഇത്, എനിക്കിത് വെച്ച് കണക്ഷൻ തരുന്നത്, ഞാൻ കൊടുക്കും. എല്ലാവരും കൊടുക്കണമെന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈസ് ഓഫ് ഡൂയിങ് എന്നൊരു ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന പുസ്തകം, ആ ഒരു ഓർഡർ കൃത്യമായി വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് എന്ത് കൊടുക്കാത്തത്? ആധാർ കാർഡ് മാത്രമായിട്ട് വരുന്നയാൾക്ക് കണക്ഷൻ കൊടുക്കാത്തത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരാൾ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ, ഞാൻ ഇത് സെയിം അഡ്രസ്സാണ്, ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞൊരു തന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ കണക്ഷൻ കൊടുക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? 776 ഓഫീസിലും 776 രീതിയായിരിക്കും.
ഞാൻ ഒരു ദിവസം സെക്ഷൻ ഓഫീസിൻ്റെ പേര് പറയുന്നില്ല, എറണാകുളം ഡിവിഷനിലെ ഒരു ഓഫീസിൽ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ ചേച്ചി അനിയത്തിൻ്റെ മോള്, അയാളുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ചെന്നു. വേറൊന്നുമില്ല, ഓൺഷിപ്പ് മാത്രം. ഒരു 10 ലിസ്റ്റ്. പപ്പ ഈ ഫോട്ടോ അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോ. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ തന്നെ, ഒരു ഓവർസിയർ. പപ്പ ഈ ഫോട്ടോ അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനാ ഈ ഫോട്ടോ? ഇതിവിടെ വേണം ഇത്രയും. ഞാൻ ചോദിച്ചാൽ എവിടെ വേണം? 2 തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 2 കൊടുത്തുള്ളൂ. പറ്റുമെങ്കിൽ മാറ്റി തന്നാൽ, ഇല്ലെങ്കിൽ മാറ്റിത്തരയില്ലെന്ന് എഴുതി തരാൻ പറഞ്ഞു. അതുപോലെ എനിക്ക് എൻ്റെ അമ്മയുടെ പേരിലൊരു കണക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തപ്പോൾ അവിടെ കരന്തിരുത്ത രസീതും ID കാർഡ് മാത്രമേ കൊടുത്തുള്ളൂ. ഇത് മാത്രം പോരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എഴുതി ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. ഇല്ലാത്തതുകൊണ്ട് തരാൻ പറ്റിയായിരുന്നു. അപ്പം നമ്മൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താന്ന് നമുക്ക് വിഷയം. ഒരാൾ ബിൽഡിങ് വെച്ചു, അത് അവൻ്റെ അപ്പുറത്തെ പറമ്പിലേക്ക് കയറിയോ, അവൻ റോഡിലേക്ക് തള്ളി നിന്നോ, അവൻ ബിൽഡിങ്ങിൻ്റെ റൂൾസ് അനുസരിച്ചാണോ കെട്ടണം പണി, അത് നമ്മുടെ പണിയല്ല നോക്കേണ്ടത്. നമ്മൾ ഇലക്ട്രിക്കൽ പ്ലാന്റുകളിൽ നിന്ന്, ഇലക്ട്രിക്കൽ ലൈനുകളിൽ നിന്ന്, ഇലക്ട്രിക്കൽ പോസ്റ്റുകളിൽ നിന്ന് അവൻ സേഫ്റ്റി ക്ലിയറൻസ് നോക്കി, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവൻ അനധികൃതമായിട്ടോ അല്ലാതെ വയ്ക്കാൻ അത് പഞ്ചായത്തുകാർ നോക്കുന്നേ. നമുക്ക് ആ പണിയില്ല. നിങ്ങൾ ആ പണി ചെയ്യേണ്ടെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും എവിടെ നിന്ന് ചിന്തിക്കണം? കൺസ്യൂമർ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. അപ്പം നമുക്കൊരു കൺസ്യൂമറിനോട് ചൂടാകാൻ തോന്നില്ല, വഴക്കുണ്ടാക്കാൻ തോന്നില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക. എപ്പോഴും എല്ലാവരും കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, അവരുടെ ഭാഗത്തുനിന്ന്. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ മറ്റുള്ളവരുടെ ഏത് പ്രശ്നത്തിലും എന്ത് വിഷയമായിക്കോട്ടെ നമ്മൾ മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലാതായി മാറും. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അല്ല 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 അത് നമുക്ക് പറയാം. ഓക്കെ, ശരിയാണ്, അത് ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു സെക്ഷൻ ഓഫീസിലേക്ക് ചെന്നു, അവിടുത്തെ ഇതൊന്നും ഈ ദ്വിതീയ പദ്ധതിയിൽ കയറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ വിഷമിച്ച് പോകും. അല്ലെങ്കിൽ ഞാനൊന്നും കയറ്റിയിട്ടില്ലെങ്കിൽ അടുത്തയാൾ വിഷമിച്ച് പോകും. കാരണം 2027 വരെയുള്ള പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിരിക്കുക. എൻ്റെ ഓവർ സൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഈ പദ്ധതിയിൽ പെടുത്തിയിട്ടില്ലെങ്കിൽ അതങ്ങ് പോകും. പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി അതല്ല. ഇതൊരു സുനാമിക്ക് തുല്യമായൊരു പ്രശ്നമാണ്. ഉണ്ട്, ആ ട്രാൻസ്ഫോർമർ വെച്ചാലും തീരുന്ന പ്രതിസന്ധി അല്ല ഇത്. കാരണം ലോഡ് ഗ്രോത്ത് സാധാരണ ഒരു 3% ലോഡ് ഗ്രോത്ത് വരാറില്ല. അതാണ് നമ്മൾ 15% എത്തിയത്. അതാണ് ഈ പ്രതിസന്ധിയെ നമുക്ക് ബോർഡ് പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധിയാണ്. പക്ഷേ കൺസ്യൂമേഴ്സിന് ഗുണമേന്മയുള്ള വൈദ്യുതി എത്തിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഇനി അത് നടക്കുന്നില്ല, അത് വേറെ പ്രശ്നങ്ങളുണ്ട്, നടക്കുന്നില്ല. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്, ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമർ ഞാൻ എക്സോനോട് പറഞ്ഞു, സാറേ എൻ്റെ ഒരു 5 ട്രാൻസ്ഫോർമർ എനിക്ക് 160 ഇപ്പോൾ വേണം, റിപ്പോർട്ടായി കൊടുത്തോളാൻ പറഞ്ഞു. തരുന്നില്ല. അതായത് TMRലെ എക്സിക്യൂട്ടീവിനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടിരിക്കുക, ഇവിടെ നിന്നുണ്ട്. അവരുടെ ട്രാൻസ്ഫോർമർ തരാൻ ചോദിച്ചാൽ തന്നില്ല. ഞാൻ പറഞ്ഞു തരണ്ട. പണ്ട് ട്രാൻസ്ഫോർമർ ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇല്ല, അവരുടെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് തരാത്തത്, അല്ലാതെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് തരാത്തതല്ല. അപ്പോൾ അത്രയും ഒരു പ്രതിസന്ധി നമുക്കുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ എന്തായാലും വേറൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ആർക്കെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം.
ഇനി നമുക്ക് അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇതിൻ്റെ ഇരട്ടിയാണ്. ഞാൻ സംശയമില്ല. ഞാൻ എൻ്റെ ഏരിയയിൽ 10 ട്രാൻസ്ഫോർമർ 100-ൻ്റെ 160 ആക്കാനും 4 160 250 ആക്കാനുള്ള ദ്വിതീയ വർക്ക് സാങ്ഷൻ മേടിച്ചിട്ടിരിക്കുക. തന്നാൽ ഞാൻ അടുത്ത വർഷം പിടിച്ചു നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ശാശ്വതമായ പരിഹാരം നമ്മൾ ട്രാൻസ്ഫർ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രതിസന്ധി എപ്പോഴാണ് ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കുക, ഒന്ന് ശ്രദ്ധിച്ചേ. ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രതിസന്ധി എത്ര സമയത്താണ് ഉണ്ടേ? 2 മാസമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 12-2 എന്ന് പറഞ്ഞാൽ 6-1 സമയം. ഈ 6-1 സമയം 24 മണിക്കൂറും പ്രശ്നമുണ്ടോ? 4 മണിക്കൂറേ ഉള്ളൂ. അവിടെയും 6-1. അപ്പോൾ 6-1 × 6-1 36 സമയം, ഒന്ന് മാത്രമേ എന്ന് പറയാൻ 3% സമയത്തേക്ക് മാത്രമേ എന്തുള്ളൂ ഈ പ്രതിസന്ധി ഉള്ളൂ. ആ 3% സമയത്തിന് വേണ്ടി നമ്മൾ അവിടെ ട്രാൻസ്ഫോർമർ വെച്ചാൽ ബാക്കിയുള്ള 97% ലോ ലോഡ് ലോസ് ഉണ്ടാകും. അവിടെ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ അത് പലതിനും പലതാണ് സാറേ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. 15 ആമ്പിയർ എടുക്കും. ആ എൻ്റെ ഓഫീസിൽ ഞാൻ 2 ഒഴികെ ബാക്കി മുഴുവൻ ലോഡ് റെഗുലൈസ് ചെയ്തു. ആ 2 എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ലോഡ് കൊടുക്കാൻ ഇല്ലാത്ത കൊണ്ട് പെൻഡിങ് വെച്ചിരിക്കണം. വേണം ഞാൻ പറഞ്ഞ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഈ 3% സമയത്തിന് വേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കണം. ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലോ നഷ്ടത്തിലോ? നീണ്ടു പോകണല്ലേ? ലാഭത്തിലോ നഷ്ടത്തിലോ? അങ്ങനല്ല. അതൊന്നുമല്ല ഞാൻ പറഞ്ഞ. ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലോ നഷ്ടത്തിൽ? നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലല്ല. കാരണം ഇപ്പോൾ ഉള്ള പൈസ, നമുക്ക് ചിലവാകുന്ന പൈസ, നമ്മുടെ ഈ പൈസ ഇല്ല. നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ഇല്ല. നമുക്കിപ്പോൾ പുറത്ത് പോയി വൈദ്യുതി വാങ്ങിക്കാൻ നമ്മുടെ ഈ കാശില്ല. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് പോയി കടമെടുക്കും. ഈ കടവും അതിൻ്റെ പലിശ അടക്കം എന്ത് പറ്റും? അടുത്ത വൈദ്യുതി ബില്ല് കയറും. കറണ്ട് ചാർജ് കൂടും. കൂട്ടി, ഇനിയും കൂടും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സിനോട് മേടിക്കും. ഇലക്ട്രിസിറ്റി ബോർഡിന് 1 രൂപ നഷ്ടം ഉണ്ടായാലും അത് കൺസ്യൂമേഴ്സിനോട് മേടിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം.